എൻ്റെ തന്നെ ചാനല് ബലിയാടാക്കിക്കൊണ്ട് കണ്ടുപിടിച്ച ഒരു രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയിലെ ലാസ്റ്റത്തെ പോഡ്കാസ്റ്റ് ആണ്. അൽഗോരിതം ഒന്ന് ട്രിഗർ ആവുന്നുണ്ട്. അതെ, അൽഗോരിതം ഇതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം അല്ലേ. തുടങ്ങിയ സമയത്ത് എന്തെങ്കിലും യൂസ് ചെയ്ത ട്രിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാണ്ടേ? പോടാ പുല്ലേത്. നമുക്ക് വ്യൂസ് ഉള്ള എന്തുണ്ടോ അത് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം, അൺലിസ്റ്റഡ് ആക്കാം, പ്രൈവറ്റ് ആക്കാം. വീഡിയോ വൈറലായാൽ അതുകൊണ്ട് പോപ്പുലാരിറ്റി കിട്ടുക, അതുകൊണ്ട് റിച്ച് ആവാൻ പറ്റും. അപ്പൊ ഈ ബ്രാൻഡ്സ് ഒക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ചെയ്തിരുന്ന മിസ്റ്റേക്ക് എന്താണ്? അതായത് എങ്ങനെ ബ്രാൻഡുമായിട്ട് അപ്രോച്ച് ചെയ്യണം, ബ്രാൻഡ് നെഗോസിയേഷൻസ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഏൺ ചെയ്യാനുള്ള രീതികൾ പറ. എപ്പോഴെങ്കിലും യൂട്യൂബ് നിർത്തിയാലോ എന്ന് തോന്നുന്നു. ഹലോ, ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പോഡ്കാസ്റ്റ് നമുക്ക് മിസ്സായി, നമ്മൾ കുറച്ച് തിരക്കായി പോയി. നമ്മുടെ സിംപ്ലി ഉണ്ണി ക്ലോത്തിങ് ഗ്രൂപ്പ് ഓണം കളക്ഷൻസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പ്രൊമോഷൻ ഓണത്തിന് അടിപൊളി സാധനങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണ്? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ഇൻട്രസ്റ്റിംഗ്? എന്താണ് യൂട്യൂബ് എന്നുള്ള ടോപ്പിക്കാണ്. അതില് യൂട്യൂബ് എക്സ്പീരിയൻസ് അല്ലെ, നമ്മൾ യൂട്യൂബിന്റെ നിഗൂഢതകൾ അഴിച്ചെടുക്കാൻ പോവാണ്. പല പറഞ്ഞിട്ടില്ലാത്ത സീക്രറ്റ്സ്, ഇന്റേണൽ സീക്രറ്റ്സ്. അതെ അതെ, അതൊരു 8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്രിയേറ്റർ എന്ന് ചോർത്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്, മണിക്കുട്ടി ഉണ്ട്. സോറി കേട്ടോ മണിക്കുട്ടി, നമ്മൾ അവളുടെ സ്കിൻ ഇഷ്യൂ വന്നപ്പോ നമ്മളവളെ ഹെയർ കട്ട് ചെയ്യാൻ ഫുൾ ഷേവ് ആയി പോയി. അടുപ്പിച്ച് ആയിരുന്നു, അതുകൊണ്ടിട്ട് ഷേവ് ചെയ്തതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തണുപ്പായി, ഭയങ്കര തണുപ്പ്, ഷിവർ ചെയ്യണു. അപ്പൊ നിലത്തൊന്നും ഇപ്പൊ ഇരിക്കൂല. ഇപ്പൊ നമ്മുടെ ഇവിടെ കയറിയില്ലേ, കട്ടിലൊക്കെ ഇരിക്കണുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് ഇതേ പുതപ്പൊക്കെ വെച്ചിട്ടാണ് എടുത്തത്. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റിന്. ഇന്ന് നമ്മള് നമ്മുടെ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയിലെ ലാസ്റ്റത്തെ പോഡ്കാസ്റ്റ് ആണ്. നിർത്തുവല്ല. നമ്മള് ഞാൻ വിചാരിക്കണു ഇനി മുതൽ നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മുടെ സെക്കൻഡ് പേജിലോട്ട് മാറ്റാണ്. അൽഗോരിതം ഒന്ന് ട്രിഗർ ആവുന്നുണ്ട്. അതെ, അൽഗോരിതം ഇതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. എല്ലാവരും ഇങ്ങനെ പറയണ്ടേ, യൂട്യൂബ് അൽഗോരിതം, എനിക്കറിയണ കാര്യം കേട്ടോ. ഞാൻ പറഞ്ഞേ, തിയറിറ്റിക്കല് ചിലപ്പോൾ കറക്റ്റ് ആണ്. നമ്മൾ ഓൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പഠിച്ച കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. കുറച്ചൊക്കെ എനിക്കും അറിയാം, കുറച്ചൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമുക്ക് കുറച്ചുകൂടെ ചോദിക്കാം. ഇപ്പോൾ ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനലുണ്ട്, ബഡ്ഡിംഗ് യൂട്യൂബേഴ്സ്, അല്ല തുടങ്ങി വരുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും, തുടങ്ങാനിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ല, ഞാൻ പറയായിരുന്നു, നിങ്ങൾ ഇതിന് മുന്നേ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മുമ്പേ യൂട്യൂബ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെളി വെച്ചിട്ട് വേണം ഇത് കേൾക്കാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താന്നൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പൊ വെറുതെ പറയണെന്നൊക്കെ തോന്നാം. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അത് അങ്ങനെ എല്ലാ പ്രൊഫഷനും അങ്ങനെയാണ്. ഇപ്പം ഡോക്ടേഴ്സ് ആണെങ്കിലും പഠിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും തിയറി ഒന്നല്ലേ പഠിക്കണം. അപ്പോൾ എല്ലാവരും ഒരേപോലെ അടിപൊളി ഡോക്ടർ ആവണ്ടേ. പക്ഷേ എല്ലാ പ്രൊഫഷനും ഉണ്ട്. പക്ഷേ ഡോക്ടേഴ്സിലും തന്നെ റിയൽ എക്സ്പീരിയൻസ് കിട്ടും. നമ്മളെപ്പോഴും നോക്കും ഏജ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോലെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയും. എക്സ്പീരിയൻസ് ഈസ് എ ഫാക്ട്. അതുകൊണ്ട് ഇത്രയും അല്ലേ എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നു അല്ലേ ഒരുപാട് പേര് ആ സമയം നിങ്ങൾ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായിരുന്നു 2017 തുടങ്ങിയത്? അതൊന്നും പറയണ്ട. ശരിയാ, എല്ലാരും കേട്ടറിഞ്ഞ അങ്ങനെ യൂട്യൂബ് ജേണി ഒന്നും പറയുന്നില്ല. ഓക്കെ, അന്ന് എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു കുറഞ്ഞ കുട്ടി ക്വസ്റ്റ്യനിൽ തുടങ്ങാം. എന്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലേക്ക് കിടക്കാം. അതുകൊണ്ട് കീപ്പ് വാച്ചിങ്. ഓക്കെ, അപ്പോൾ ആദ്യം യൂട്യൂബ് അന്ന് തുടങ്ങിയപ്പോൾ ഇതെൻ്റെ ഒരു കരിയർ ആവും, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സമയം വരെ ഇങ്ങനെ ഇതും കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു? ഇല്ല. ഒറ്റയടിക്ക് പറയാതെ കാര്യങ്ങളൊക്കെ പറ. ഞാൻ ആ സമയത്ത് ഇടുന്ന വീഡിയോസിൽ ആരെങ്കിലും ചോദിച്ചിരുന്നു ഇത് പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ യൂട്യൂബ് ഒരിക്കലും പ്രൊഫഷൻ ആയിട്ട് സൈഡായിട്ട് കൊണ്ടുപോകാൻ. കാരണം എനിക്കന്ന് അങ്ങനെ തോന്നിയിരുന്നേ. പക്ഷെ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. പക്ഷെ ഒരു ലെവലിൽ എത്തിയിട്ടോ ജോബ് കളഞ്ഞിട്ട് നേരെ അതിനകത്ത് വരരുത്. രണ്ടും ഒരേപോലെ കൊണ്ടുപോയിട്ട് ഇതുകൊണ്ട് മാത്രം നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റുമെങ്കിൽ മറ്റേ ജോബ് ഉപേക്ഷിക്കുന്നതിലും കുറേ പേര് ഞാൻ എക്സാമ്പിള് എൻ്റെ സോൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളും അങ്ങനെ ഉണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ പ്രൊഫഷനായിട്ട് എടുക്കാം. ഞാൻ തുടങ്ങിയ സമയത്തൊന്നും അങ്ങനെ എടുക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അന്ന് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഞാൻ അങ്ങ് തുടങ്ങണമെന്ന് വിചാരിച്ച അടുത്ത ദിവസം തന്നെ ഞാൻ തുടങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അല്ല, എന്താ ചോദിച്ച ക്വസ്റ്റ്യൻ?
അന്നത്തെ പിന്നെ തുടങ്ങിയപ്പോ ഇങ്ങനെ ഇതുകൊണ്ട് ഇത്ര ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത്രയായി. ശരി, അതാണ് ആൻസർ. നമ്മൾ ഇത്തവണ ഉണ്ടല്ലോ ഇങ്ങനെ കഴിഞ്ഞ നമ്മുടെ പോഡ്കാസ്റ്റ് പറഞ്ഞായിരുന്നു ഡീവിയേറ്റ് ആയി പോണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്പായിട്ട് ഞങ്ങൾ പറയാൻ ശ്രമിക്കാം. പക്ഷെ പോഡ്കാസ്റ്റ് കുറച്ചൊരു കാഷ്വൽ ടോക്ക് ആണ്. അപ്പൊ അതിൽ ഏതാ നിങ്ങൾ ഇഷ്ടപ്പെടും? അപ്പോഴാണ് നാച്ചുറാലിറ്റി നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു കോഫിയൊക്കെ പിടിച്ച് ഒരു ചായയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ സമാധാനമായിട്ട് കിടക്കണേ മുമ്പോ അല്ല അപ്പൊ ചില പറഞ്ഞു പോലെ ഉറങ്ങാൻ പറ്റിയ പോഡ്കാസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ടൈം ഉള്ളപ്പോ ഇങ്ങനെ കേൾക്കണായിരിക്കും നല്ലത്. ചിലപ്പോൾ ഡിബേറ്റ് ആയി പോകും, പക്ഷെ എന്നാലും ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതാണ് ടു ദ പോയിന്റ്സ്. യെസ്, ഓക്കെ. അപ്പം ഒരുപാട് എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നുള്ളൂ, പുതിയ ആൾക്കാർ തുടങ്ങുന്നുണ്ട്. അപ്പം തുടങ്ങിയ സമയത്ത് എന്തെങ്കിലും യൂസ് ചെയ്ത ട്രിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാണ്ട്, മീൻസ് അത് യൂസ്ഫുൾ, അത് വർക്കൗട്ട് ആയി എന്നുള്ളത് റിയൽ എക്സ്പീരിയൻസ്? എനിക്ക് ഞാൻ എൻ്റെ 100 വീഡിയോ 150 എത്ര വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു വീഡിയോ വൈറലാവണേ. ഓക്കെ, പിന്നെ എൻ്റെ വീഡിയോ അപ്പോൾ ആ വൈറലാവുന്നതിന് മുമ്പ് വരെ ഏകദേശം എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു? 1000 ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏതോ ഒരു വീഡിയോയിൽ ഞാൻ നമുക്ക് 1000 ഫോളോവേഴ്സ് ആയി എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം അത്രയൊന്നും ഇല്ല, 500 ഫോളോവേഴ്സ് അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കണത്. ഭയങ്കര ഇത്ര ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വീഡിയോ വൈറലാവണതും അതുപോലെ എനിക്ക് റവന്യൂ കിട്ടണതും. ആ സമയത്ത് എന്തോ ഒരു സ്ട്രൈക്കായിരുന്നു. എന്തോ യൂട്യൂബിൽ എനിക്ക് വാച്ച് ടൈം ആയിട്ടും എൻ്റെ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. കുറേ നാൾ കഴിഞ്ഞു, എനിക്ക് 2 വർഷമൊക്കെ കഴിഞ്ഞു തോന്നുന്നു മോണിറ്റൈസ് ആവാൻ. 1 വർഷമല്ല, അത്രയും കഴിഞ്ഞിട്ടാണ് മോണിറ്റൈസ് ആയത്. മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ടുള്ള വീഡിയോസിനെ നമുക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ. അത്രയും നാൾ ഞാൻ ഫ്രീ ഇങ്ങനെ എൻജോയ് ചെയ്ത വീഡിയോ ചെയ്യുന്നവരെ ഏറ്റവും ഇതാണ് ചെയ്തോണ്ടിരിക്കുക കൺസിസ്റ്റന്റ് ആയിട്ട്. ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ആയാൽ പെട്ടെന്ന് പഴയനേക്കാളും കുറച്ച്, കാരണം കാണാൻ ആളുകൾ കൂടുതലുണ്ട്. പക്ഷെ റൂൾ ഇപ്പോഴും അത് തന്നെയല്ലേ? 4000 അന്നത്തെ അതേ മിനിമം 1000 സബ്സ്ക്രൈബേഴ്സ് അത് മാറ്റിയെന്ന് തോന്നുന്നു. ഇപ്പൊ 1000 വാച്ച് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര പണിയെടുക്കണം. പക്ഷെ അന്ന് ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇങ്ങനെ എനിക്ക് പിന്നീട് കാണുമ്പോൾ ഓർത്തിരിക്കാന്നുള്ള വേണ്ടി ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടല്ല. അപ്പോൾ നമുക്ക് പ്രഷർ വരിക, അയ്യോ എന്ത് മോണിറ്റൈസേഷൻ ആവാത്ത എന്നുള്ള ആലോചിച്ച്. പിന്നെ ട്രിക്സ് പറഞ്ഞില്ലല്ലോ, അതായിരിക്കും ആളുകൾ കേൾക്കാനായിട്ട് ഇൻട്രസ്റ്റ്. ട്രിക്സ് എന്താണെന്നുള്ളത് ഞാൻ ഭയങ്കര റിസർച്ചറാണ്. നിങ്ങൾക്ക് എന്നെ അറിയണവർക്ക് അറിയായിരിക്കും, എനിക്ക് എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്യാനായിട്ട് തോന്നും. നമുക്കും അറിയായിരിക്കും, എന്നെ എപ്പോഴും ചീത്ത വിളിക്കാറുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന പോലെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. ഞാൻ ഫുൾ ടൈം റിസർച്ച് ചെയ്യാം. എനിക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബ്യൂട്ടി ആണെന്നുണ്ടെങ്കിലും ഞാൻ ബ്യൂട്ടീനെ പറ്റി ഒത്തിരി റിസർച്ച് ചെയ്ത് ആ റിസർച്ച് ചെയ്യണ പലതും ഞാൻ ഇടാറില്ല വീഡിയോസ്. അത് കാരണം ആളുകൾക്ക് അത് ഇൻട്രസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പിന്നെ യൂട്യൂബിനെ കുറിച്ചിട്ടാണല്ലോ ഞാൻ എൻ്റെ സ്വന്തം ചാനൽ വെച്ച് ഞാൻ പരീക്ഷണങ്ങൾ നടത്തി ഫ്ലോപ്പ് ആക്കിയിട്ടുണ്ട്. ഞാൻ പറയാം, ഗുണമാക്കിയിട്ടുണ്ട്. ഗുണമാക്കിയിട്ടുള്ളതാണ് പറയണേ. പണ്ടേ ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്യണതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാറ്റം, എന്തെല്ലാം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യണം എന്നൊക്കെ ഞാൻ നോക്കി വെക്കും. അങ്ങനെ ഞാൻ ടാഗുകൾ ഇടുമായിരുന്നു. അതെനിക്ക് തുടക്ക സമയത്തെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മളിടുന്ന വീഡിയോ അനുസരിച്ചിട്ട് ഇപ്പൊ ഞാൻ നെയിൽസിന്റെ വീഡിയോ ഫസ്റ്റ് ഇട്ടെ, അപ്പൊ ഞാൻ നെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ്സ് ഫസ്റ്റത്തെ വീഡിയോ ഞാൻ റിസർച്ച് ചെയ്യും. ഞാൻ രാത്രിയൊക്കെ പെട്ടെന്ന് സ്വപ്നം കാണുമായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ നമ്മുടെ ക്ലോത്തിങ്ങിന്റെ കാണും. എനിക്ക് ക്ലോത്തിങ്ങിന്റെ ഇപ്പൊ തലയിൽ പിടിച്ച് ചെയ്യണമുണ്ട്. ഞാൻ രാത്രി ഇങ്ങനെ സാരി പർച്ചേസ് ചെയ്യണം ഇത് എന്നതൊക്കെ ഇപ്പൊ ഞാൻ സ്വപ്നം കാണും അത് രാത്രി. പക്ഷെ അന്ന് ഞാൻ യൂട്യൂബിന്റെ ആയിരുന്നു സ്വപ്നം കാണാറുണ്ടായിരുന്നേ. അപ്പൊ ഇങ്ങനെ ഞാൻ ഓരോ വീഡിയോസ് കണ്ട് ടാഗുകൾ ഇടും. ടാഗ് നിങ്ങൾ ഇല്ല ഇപ്പൊ ഇടണ്ട കേട്ടോ, ഇപ്പൊ ടാഗ് അത്ര കണ്ട് യൂസ്ഫുൾ അല്ല. 7 വർഷം മുന്നത്തെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞേ. ടാഗ് ഇടാം, പക്ഷെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒപ്റ്റിമൈസ്ഡ് അല്ല. ഇപ്പൊ നമ്മുടെ AI ഒക്കെ വന്നോണ്ട് നമ്മൾ ഈ പറയണില്ലേ, ഈ പറയണത് അവർക്ക് മനസ്സിലാവും, റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിനെ പറ്റിയിട്ട് ഇന്നിപ്പോ ഞാൻ യൂട്യൂബിനെ പറ്റിയാ പറയണേന്നുള്ളത് ഞാൻ യൂട്യൂബിൽ നിന്ന് ടൈറ്റിൽ ഇട്ടില്ലെങ്കിൽ പോലും അവർക്കൊരു വിധം മനസ്സിലാവും. നമ്മുടെ അടിയിൽ ആളുകൾ കമന്റ് ഇടുന്നത് വെച്ചിട്ട് നോക്കും. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഈ പറയണത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും. കുറച്ച് 2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക് മലയാളം ട്രാൻസ്ലേഷൻ വരും. ആ മലയാളം ട്രാൻസ്ലേഷൻ AIക്ക് ഇംഗ്ലീഷിലോട്ട് അവർ തന്നെയുള്ള ഇടണേ. അപ്പൊ അത് എന്താ നമ്മൾ സംസാരിക്കണേ എല്ലാവർക്കും ഈസിലി മനസ്സിലാവും. മുൻപ് അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടാഗ് ഇടണം അല്ലായിരുന്നു. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട് പലവരും സെർച്ച് ചെയ്തിട്ട് എന്നെ കണ്ടിട്ടുള്ളേ, ഹൗ ടു ക്വയർ ആക്നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്റെ വീഡിയോ വരും. കാരണം അന്ന് അങ്ങനെ വീഡിയോ ഇടുന്നവരില്ല, കുറവാ. ബ്യൂട്ടി ഇടുന്നവരും വളരെ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് എന്റെ വീഡിയോ വരും. ഞാൻ അപ്പൊ അങ്ങനെ ടാഗുകൾ നിറയെ കൊടുക്കുമായിരുന്നു. ടാഗായിരുന്നു മെയിനായിട്ട്. പിന്നെ തംബ്നെയിലൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ ഒപ്റ്റിമൈസ് ചെയ്ത് ശരി മലയാളം 2025 എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്താ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വരും. അങ്ങനെയൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കേ ഞാൻ ഈ ബ്യൂട്ടി വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ അഡ്വൈസർ. ഇപ്പൊ നല്ല ചാൻസ് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പരിപാടിയാണ്. കമ്പനികൾക്ക് ബ്രാൻഡുകൾക്കൊക്കെ വേണ്ട എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഇല്ലാതെ ആർക്കും അഡ്വൈസ് ചെയ്യാമല്ലോ.
ഗ്രോ ചെയ്യാൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണല്ലോ ഇപ്പോൾ എല്ലാ ബ്രാൻഡ് സൈസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റുകളുണ്ടല്ലോ ഇങ്ങനത്തെ ഈ കണ്ടന്റ് ക്രിയേഷനിൽ. അങ്ങനെ അതൊക്കെ ഇനി ഭാവിയിൽ ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല പരിപാടിയാണ്. കാരണം ഇനി അങ്ങോട്ട് ഇതിൻ്റെ കാലമാണ്. പിന്നെ എയുടെ അങ്ങനെ പിന്നെ ഇപ്പോൾ ചില മെസ്സേജൊക്കെ കാണാമല്ലോ, ചിലയിടത്ത് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങാം, വ്യൂസ് പൈസ കൊടുത്ത് വാങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനം ഉണ്ടോന്ന് ഇപ്പൊ പറ്റില്ല. എന്താ അല്ല, വാങ്ങുകയാണെങ്കിൽ തന്നെ ഇപ്പൊ പെട്ടെന്ന് യൂട്യൂബ് പെട്ടെന്ന് മനസ്സിലാവും എന്നാണ് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തത്, കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ കണ്ടത്, ഇങ്ങനെ ഓരോരുത്തർ പറയണ കേട്ടോ. മുമ്പ് പറ്റുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരു ബ്ലോഗറുടെ കണ്ടിട്ടുണ്ട്, നമ്മുടെ മലയാളത്തിലല്ല, അല്ലാണ്ട് വെളിയിൽ. ആൾ ഫുള്ളി സ്പോൺസർഡ് വീഡിയോസേ ചെയ്യുള്ളൂ. എല്ലാത്തിനും കറക്റ്റ് 1 lakh to 1.2 lakh 1.2 lakh എല്ലാ വീഡിയോക്കും കമന്റ് ഷെയർ ഒക്കെ കമന്റ് ഇല്ല, കമന്റ് ഒരു 0 കമന്റ്, ഒരു കമന്റ് ഒക്കെയാ. അപ്പൊ എന്നിട്ട് അവർക്ക് സ്പോൺസർഷിപ്പ് കിട്ടണ്ടല്ലോ എന്ന് എനിക്കപ്പോ അത്ഭുതം തോന്നും ഇങ്ങനെ ഇതായിട്ട്. അങ്ങനെ മേടിക്കണവരുണ്ട്, പക്ഷെ അങ്ങനെ മേടിച്ചാൽ നമുക്ക് ഗുണമില്ല. നമ്മൾ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കല്ലേ, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി. ഇത് ഇപ്പൊ അഡ്വർടൈസ് ചെയ്യാനുള്ള ഒരു പേജ് അല്ലല്ലോ, നമുക്ക് നമ്മളുള്ള കണക്ഷൻ ആണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആവുന്നത് അല്ലേ. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാ ചെയ്യണേ. ഒരു കൂട്ടം ആളുകളെ നമ്മുടെ സെയിം ടോപ്പിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൂട്ടം ആളുകളെ നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ നമ്മളത് കഷ്ടപ്പെട്ട് മാനുവലി തന്നെ ഉണ്ടാവും, അല്ലാതെ കിട്ടുന്നത് കൊണ്ടിട്ട് ഗുണമില്ല. കുറച്ച് നാളത്തേക്ക് ഗുണം ഉണ്ടാവും. നിങ്ങൾ ലോങ് ടേമിലോട്ടാണ് നോക്കണമെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ചാൽ എന്തായാലും പറ്റില്ല. പിന്നെ യൂട്യൂബ് ബാനും കിട്ടും. കിട്ടുമല്ലോ യൂട്യൂബ്. അപ്പോൾ ബാക്കി പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ ഇത്ര രൂപ കൊടുത്താന്ന് പറഞ്ഞാൽ അങ്ങനെ ഓട്ടോമാറ്റഡ് മെസ്സേജ് ഒക്കെ ചില കമന്റിന് താഴെ കാണാം. എനിക്കതിനെ കുറിച്ച് അറിയില്ല. ഇങ്ങനെ എവിടെയോ അങ്ങനെ ഒരു കമന്റ് കണ്ടു, നിങ്ങൾ പണ്ട് അത്ര കോമ്പറ്റീഷൻ ഇല്ലാതിരുന്ന കൊണ്ടിട്ടാണ് നിങ്ങൾ കയറിപ്പോയേ. ഒരിടയ്ക്ക് ഞാൻ ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ എനിക്ക്. ആ സമയത്ത് എനിക്കിങ്ങനെ ഞാൻ അതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ എന്നെ ആർക്കും വേണ്ട, എന്നെ ഒരു ഇഷ്ടമില്ല. ആ സമയത്താണ് നമ്മുടെ ക്ലോത്തിങ് പേജ് തുടങ്ങണേ. ക്ലോത്തിങ് പേജ് ഞങ്ങൾക്ക് 3 ദിവസം കൊണ്ടിട്ട് എത്ര 30,000. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റും, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എനിക്കത് ഭയങ്കര ഒരു വാലിഡേഷൻ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര കാം ഡൗൺ ആയി. എനിക്കിങ്ങനെ കരച്ചിലൊക്കെ വന്ന്, ഇത്ര ആളുകളൊക്കെ എന്നെ ഇഷ്ടമുണ്ടല്ലോ. അപ്പം ഇങ്ങനെ വെറുതെ കിട്ടിപ്പോയ ഫോളോവേഴ്സ് അങ്ങനെ കുറച്ചേരൊക്കെ ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തന്നെ തോന്നുന്നു, ഞാൻ തന്നെ ഇരുന്ന് ഇങ്ങനെ ഒന്നാതെ അപ്പം എൻ്റെ ഹോർമോൺസ് ഒക്കെ ഇങ്ങനെ വല്ലയിടത്തൊക്കെ ആയതുകൊണ്ട് ഇരുന്ന് കരയും ഞാൻ. എന്നാർക്കും വേണ്ട, എന്നാർക്കും ഇഷ്ടമില്ല, ഞാൻ ലക്കിന് കയറിപ്പോന്നേ. പക്ഷേ എൻ്റെ ക്ലോത്തിങ് പേജിൽ ഞാൻ എൻ്റെ എഫേർട്ട് കൊടുക്കണ സമയത്ത് എനിക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര റിസൾട്ട് അറിയാൻ പറ്റും നമ്മുടെ ക്ലോത്തിങ്. ഞാൻ എൻ്റെ ടൈം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. അപ്പം എനിക്കതൊരു കോൺഫിഡൻസ് ആക്കി, എന്നെ കൊണ്ട് പറ്റും, എനിക്കത് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരും കേൾക്കുകയാണ് യൂട്യൂബ് അൽഗോരിതം, അല്ലെ യൂട്യൂബ് അൽഗോരിതം മാറി, അല്ലെ അങ്ങനെ. എന്താണ് ഈ അൽഗോരിതം? ഇത് ഞാൻ പറയണത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം എല്ലാവരും പറയില്ലേ അൽഗോരിതം ഇതായതുകൊണ്ടിട്ട് നമുക്ക് വ്യൂസ് കുറഞ്ഞു, അൽഗോരിതം പ്രശ്നമായത് കൊണ്ടിട്ട് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ പകുതി വാസ്തവമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അൽഗോരിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കുറയുമ്പോഴാണ് വ്യൂസ് കുറയും. അല്ലാതെ അൽഗോരിതം 50% റോബോട്ടിക് AI എന്നുവെച്ചാൽ നിങ്ങൾ എന്ത് കൂടുതൽ കാണുന്നോ ആ കാണുന്നതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് AI. അപ്പോൾ ഒരു 50-50 ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ എന്നോട് പലരും ചോദിക്കാണ്ട് ഇന്ന ടൈമിൽ പോസ്റ്റ് ചെയ്യണത് നല്ലതാണോ? എപ്പോഴും നല്ലതാണ്. നമ്മളെല്ലാം ഏത് ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ നല്ലതാണോ? ഏത് ടൈമിൽ പോസ്റ്റ് ചെയ്യണം നല്ല, ഏത് ടൈമിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ആ ടൈമിൽ തന്നെ നിങ്ങൾ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്കൊരു ട്രാഫിക് വരുന്ന ഒരു സമയം ഉണ്ടാവില്ലേ? അത് ഞാൻ റിസർച്ച് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്, മുൻപൊക്കെ എന്റെ ട്രാഫിക് 5 മണിക്കായിരുന്നു. ഇപ്പൊ എന്റെ ട്രാഫിക് 7 മണിക്കാണ്. കാരണം ഞാൻ ഇപ്പൊ 6:30-7 മണിയാകുമ്പോഴേ വീഡിയോ ഇടുന്നത്. കാരണം നമ്മൾ ഇടുന്നതനുസരിച്ചിട്ട് അപ്പൊ അടുത്ത ദിവസം ആളുകൾ ഫ്രീ ആവുന്ന ഒരു ടൈം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ സാധ്യതയല്ലേ? നൈറ്റ് ടൈം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആക്റ്റീവ് ഉണ്ടാവാം. ഏറ്റവും കൂടുതൽ എനിക്ക് നമ്മളിപ്പോ എന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ കോളേജ് സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരൊക്കെ ഒരു 5:30 കഴിയുമ്പോഴാണ് ഫ്രീ ആവണത്. അങ്ങനെ നോക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാട്ടോ. 1 മണി ആ സമയത്തല്ല. പക്ഷെ ഇപ്പോൾ ഇൻ കേസ് 1 മണിക്ക് ഇടാണെങ്കിൽ 1 മണിക്ക് ഇടുന്നവരും ഉണ്ട്, അവർക്ക് നല്ല വ്യൂസ് ഉള്ളവരും ഉണ്ട്. നമ്മുടെ ടാർഗറ്റ് ഓരോ ടൈം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്, എവിടെയാണെന്നുള്ള ഇതെങ്ങനെ അറിയാം? നമ്മളിപ്പോൾ ഏത് ടൈമിൽ ഇട്ടാലും 1 മണിക്ക് ഇട്ടെന്ന് വെക്കട്ടെ, അപ്പോൾ ഓഡിയൻസ് ഒന്നും ഇല്ല എന്നിരിക്കുക. പക്ഷെ നമ്മുടെ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർ യൂട്യൂബ് തുറക്കില്ല, അവർ ഫ്രീ ആയിട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഫ്രണ്ടിൽ വരിക. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ
യൂട്യൂബ് അത് നമ്മുടെ ഫ്രണ്ടിലെത്തിക്കും. പക്ഷെ നിങ്ങൾ ഇന്ന് എന്റെ വീഡിയോ കണ്ടില്ല, നാളെ റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഇത്രയും ആളുകൾ കൂടിയ കൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പണ്ടത്തെക്കാളും കൂടുതലായിട്ട് ഇപ്പൊ നിങ്ങൾ ഇന്ററാക്ട് ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബ് ഇതാക്കുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ 5 മണിക്ക് വീഡിയോ ഇട്ട് എന്റെ ഒരു കോമ്പറ്റീറ്റർ, പണ്ട് ഞാൻ പറയും കോമ്പറ്റീഷൻ ഒന്നും യൂട്യൂബിലില്ലെന്ന്, ഇപ്പോഴും ഞാൻ അത് മാറ്റി പറയാം, കോമ്പറ്റീഷൻ ഒക്കെ യൂട്യൂബിലുണ്ട്. എന്ത് ഫീൽഡിലാണെങ്കിലും ഒരേ ഇത് വരുമ്പോൾ തമ്മിലുള്ള ഒരു ഇത് വരും നമുക്ക്. അപ്പോൾ അങ്ങനെ വരുമല്ലോ, തമ്മിൽ കോമ്പറ്റീഷൻ വരും. ഇപ്പം ഞാൻ പറഞ്ഞ എന്ത് പ്രൊഫഷനാണ്, ഡോക്ടേഴ്സ് ആണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും നമ്മുടെ അതേ രീതിയിൽ പോകുന്നവർ അവർ ചെയ്യുമ്പോൾ അത് നമുക്കൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് വരും, അതിനകത്തോട്ട് വരും. അപ്പം എന്താ, ഇപ്പം ഞാൻ ഒരു 5 മണിക്ക് ഇട്ടു, എൻ്റെ നീഷിലുള്ള ഒരു 5 മണിക്ക് ഇട്ടു. അപ്പോൾ ഈ യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ ബാക്കി പറഞ്ഞ 50% ഇല്ലേ, നിങ്ങളല്ലാത്ത 50%, AI 50%, അവർ ഇത് രണ്ടും വെച്ചിട്ട് കമ്പയർ ചെയ്യും. ഇതിന് രണ്ടിനും ഏതിനാ കൂടുതൽ ആളുകൾ കുറേ നേരം കാണണേ, ഏതാളുകൾ ഏതാ ക്ലിക്ക് ചെയ്തേ, അതാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യും. ഇപ്പം എൻ്റെ വീഡിയോ ആണ്, അപ്പം എന്നെക്കുട്ടി 5 മണിക്ക് കിട്ടും, എന്നെക്കുട്ടിയുടെ വീഡിയോ നമ്മുടെ കേട്ടോ ഒരേ നീഷ ബ്യൂട്ടി തന്നെ ഇടാൻ അയച്ചു. അപ്പോൾ ഇതിന് എൻ്റെ വീഡിയോ ആളുകൾ കൂടുതൽ കണ്ട എൻ്റെ വീഡിയോ യൂട്യൂബ് പിന്നെ കൂടുതൽ സജഷൻ കൊടുക്കും. അത് ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് അത് മനസ്സിലാക്കുന്നത്. കാരണം ആൾ കാണുന്നു, കൂടുതൽ കണ്ടിരിക്കുന്നു. നിങ്ങളൊരു ടോപ്പിക് എത്ര നേരം കണ്ടിരിക്കുന്നത് വരെ ഇപ്പം നിങ്ങൾക്ക് ആഡ് വില വരുന്നത്, നിങ്ങൾ ഒരു ടോപ്പിക്കിൽ വന്ന് പെട്ടെന്ന് കണ്ണടക്കി നിന്ന് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അത് ഇഷ്ടമായെന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന കാര്യം വരെ ആഡ് വരുമല്ലോ. അതുകൊണ്ടിട്ടാണ് ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റ് ഞാൻ സെക്കൻഡ് ചാനലിലോട്ട് മാറ്റണമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പൊ എന്റെ പേജിൽ വരാം ഫിനാൻസ്, നമ്മൾ ഫിനാൻസ് സംസാരിച്ച് കഴിഞ്ഞാൽ, പക്ഷെ അത് പൈസ വെച്ച് നോക്കുമ്പോൾ നല്ലതാ, ഫിനാൻസിന് കൂടുതൽ പൈസ കിട്ടാം. അങ്ങനെയുണ്ട് കേട്ടോ, ഓരോ ആഡിനനുസരിച്ചിട്ടാണ് നമുക്ക്. നിങ്ങൾ പല ചാനലിലും കാണുമല്ലോ, ഇയാൾക്ക് ഇത്ര രൂപ കിട്ടും, ഇയാൾക്ക് ഇത്ര രൂപ കിട്ടും. പക്ഷെ അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ എന്നെയും ഫിനാൻസ് ചെയ്യണ ഒരാൾക്കും ഒരേ ഒരേ ഫോളോവേഴ്സ് കൗണ്ടാ, പക്ഷെ അവർക്ക് കിട്ടുന്ന പൈസ വേറെ കാറ്റഗറി അനുസരിച്ച്. പിന്നെ റിസർവ്ഡ് ആഡ്സ് ഒക്കെ റിസർവ്ഡ് ആഡ്സ് പ്ലേ ആക്കും. അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ആഡ്സ് ഉണ്ട്, ബാനർ ആഡ്സ് ഉണ്ട്. അങ്ങനെ ഓരോ ആഡ് ഞാൻ ഒരിടയ്ക്ക് ആഡ്സ് നോക്കുമായിരുന്നു. ആഡ്സ് നോക്കുമ്പോൾ എൻ്റെ പേജിൽ ഏത് ആഡാ പ്ലേ ആവണേന്ന് എനിക്കറിയാം. അപ്പോൾ ആ ടൈമിൽ ഞാൻ കൂടുതൽ, ആ മാസം ഞാൻ കൂടുതൽ വീഡിയോസ് ഇടുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ റവന്യൂ കിട്ടും. പക്ഷെ എനിക്ക് ആ സമയത്ത് ഇപ്പോൾ വീഡിയോ ഇടാൻ തോന്നില്ല. എൻ്റെ ഒരു എനിക്ക് അങ്ങനത്തെ ഒരു നേച്ചറായി പോയി. അല്ല ഒരു കഴിവുള്ള ഒരാളാണ്, പൈസ ഉണ്ടാക്കണമെന്നുള്ളവരാണെങ്കിൽ ആ സമയത്ത് നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം പൈസ ഉണ്ടാക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കപ്പോൾ ഇങ്ങനെ റിസർച്ച് ചെയ്യാൻ ഇഷ്ടം. അതാ ഞാൻ പറയാം, അങ്ങനെ പേഴ്സണൽ അഡ്വൈസർ ആയിട്ടിരുന്നാൽ മതി. എനിക്കിങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ബിഗ് ബോസിനെ പറ്റി വീഡിയോസ് കഴിഞ്ഞാൽ നല്ല റവന്യൂ ജനറേറ്റ് ആവും അത്രേ. അങ്ങനെ കാരണം ഏറ്റവും ഹോട്ട് ടോപ്പിക് ആണ്, ആളുകൾ കൂടുതൽ കാണാതിരിക്കുന്ന സമയമാണല്ലോ. അങ്ങനെ ഉണ്ട്. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്, സീക്രട്സ് ആണോ? അല്ലല്ല, എന്താ പറഞ്ഞോണ്ടിരുന്നത്? അൽഗോരിതം. അപ്പോൾ ഈ 50-50 പോർഷൻ ആണ് ഈ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റാണ്, നിങ്ങൾ എൻ്റെ വീഡിയോ കുറേ നേരം കാണുകയാണെങ്കിൽ അതിനർത്ഥം അത് നല്ലതാണ്, അത് കൂടുതൽ പുഷ് ചെയ്യും. ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടു, ഇനി ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്, അത് കഴിഞ്ഞ് ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞ് വേറൊരു വീഡിയോ ഇട്ടു. അപ്പോൾ അൽഗോരിതം പറയും പോടാ പുല്ലേത്. അതിന് മനസ്സിലാവില്ല. അതിന് മനസ്സിലായെങ്കിലാണ് നിങ്ങൾക്കത് സജഷനായിട്ട് കൊണ്ടുവരുള്ളൂ. പിന്നെ നിങ്ങളത് ക്ലിക്ക് ചെയ്യുന്നുണ്ട് നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എനിക്കതാണ് ഇല്ലാത്തത്. ഞാൻ ഇന്നൊറിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത 2 ദിവസം കഴിഞ്ഞായിരിക്കും ഇടുക. നിങ്ങൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടാലും കറക്റ്റ് ഇപ്പൊ ഇന്ന് ശനിയാഴ്ച ഇട്ടു, അടുത്ത ആഴ്ച ശനിയാഴ്ച ഇട്ടാ അത് കൺസിസ്റ്റൻസി. എല്ലാ ദിവസവും ഇടാന്നുള്ളതല്ല. ഇടാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം എന്താ പറഞ്ഞു വന്നേ, അൽഗോരിതത്തിനെ പറ്റി. അപ്പൊ അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ പകുതി നിങ്ങളും പകുതി. പിന്നെ ഉണ്ട് കേട്ടോ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കണു. ഞാൻ എൻ്റെ തന്നെ ചാനൽ ബലിയാടാക്കിക്കൊണ്ട് കണ്ടുപിടിച്ചൊരു രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. എൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ പണ്ട് ഇങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്യണ വേണ്ടിയിട്ട് ഞാൻ പ്ലേലിസ്റ്റൊക്കെ അന്നേ ഉണ്ടാക്കിയിടുമായിരുന്നു. എൻ്റെ ഓരോ പ്ലേലിസ്റ്റിനും 1 മില്യൺ, കാരണം അന്ന് DIYs ഒന്നും ഇടുന്ന ചാനലുകളില്ല. അപ്പം അതുകൊണ്ട് എല്ലാത്തിനും ആളുകൾ കാണുമായിരുന്നു വീഡിയോസ്. എനിക്കറിയില്ലായിരുന്നു പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാന്ന്. ഞാൻ വെറുതെ എന്ത് ഫീച്ചർ ഉണ്ടോ ഞാൻ അത് എക്സ്പ്ലോർ ചെയ്യും. ഇപ്പോഴും എൻ്റെ യൂട്യൂബിന് എനിക്ക് മാനേജറുണ്ട്. ആളെന്നോട് വിളിച്ച് പറയണേ മുമ്പ് ആ ഫീച്ചർ വന്ന കാര്യം ഞാൻ അറിയും. ഞാൻ ഫുൾ ടൈം നോക്കി കണ്ടുപിടിച്ച് അതിൽ നിന്ന് എങ്ങനെയൊക്കെ ഞാൻ കണ്ടുപിടിക്കും. അനാലിറ്റിക്സിലാണ് ഞാൻ നിൽക്കുക. എന്നിട്ട് അങ്ങനെ ഇരുന്ന് കണ്ടുപിടിച്ച് ഓരോരോ കാര്യങ്ങൾ ഗുലുമാലാക്കും ഞാൻ ചാനലിലിട്ട് പണിത്. അപ്പം അങ്ങനെ ഞാൻ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി. എൻ്റെ ഓരോ പ്ലേലിസ്റ്റിനും 1 മില്യൺ 2 മില്യൺ ഒക്കെ വ്യൂസ് ഉണ്ട്. അങ്ങനെ കുറേ പ്ലേലിസ്റ്റ് ഉണ്ടായിരുന്നു. ഹൗ ടു റിമൂവ് ആക്നി, അങ്ങനെ ഒരെണ്ണം കണ്ടുമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഞാൻ ആദ്യം കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്.
ഇതെല്ലാം കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറേ ഇങ്ങനെ റിലാക്സ്ഡ് സമയം കിട്ടിയല്ലോ, ഞാൻ ഇരുന്ന് അത് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് റീഅറേഞ്ച്. എനിക്ക് അതിന് ഭംഗി കുറവ് തോന്നി, അതിന്റെ ടൈറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ ഒരു ടൈറ്റിൽ മാറ്റി ഇച്ചിരി കൂടെ ഒപ്റ്റിമൈസ് ചെയ്യാം, ഒക്കെ ഡിലീറ്റ് ചെയ്ത്. എന്നാൽ മണ്ടി ഞാനത് ഹൈഡ് ചെയ്തില്ല. ഞാൻ അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്തു, ഫുൾ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ എല്ലാം ആഡ് ചെയ്യിപ്പിച്ച്. നമുക്ക് ഇവിടെ എഡിറ്റർ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ശരി അത് ആഡ് ചെയ്തോ ഇത് ചെയ്തോ പറഞ്ഞ ഫുൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അതെല്ലാം ആഡ് ചെയ്യിപ്പിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്ലേലിസ്റ്റിന് സെപ്പറേറ്റ് വ്യൂസ് ഉണ്ട്. പ്ലേലിസ്റ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. എന്ത് പറ്റുന്ന അറിയോ, ഈ അൽഗോരിതം വിചാരിക്കും ഇത് എവിടെ പോയി, 10 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്ന ഒരു സാധനം ഇപ്പൊ ഇല്ലല്ലോ. എനിക്ക് എന്റെ അനലിറ്റിക്സ് നോക്കുമ്പോൾ അറിയാം, ആ ഒരു 2002 2003 ആ ഒരു ടൈമിൽ എനിക്കപ്പോൾ എന്റെ ഗ്രാഫ് നോക്കുമ്പോൾ കാണാം ഇങ്ങനെ മേലോട്ട് പോയിരുന്ന ഗ്രാഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേജ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ അതൊക്കെ ഒന്ന് കീനായിട്ട് നോക്കും. ഇങ്ങനെ പോയിരുന്ന സാധനം ഇതിങ്ങനെ. ഇപ്പൊ നിങ്ങൾ സ്ഥിരമായി കാണുന്നവരാണ്, നിങ്ങൾക്ക് അറിയാം എന്റെ പഴയ വീഡിയോസ് ഒന്നും റെക്കമെൻഡേഷൻ പോണില്ല. മറ്റേത് എനിക്ക് ആ വീഡിയോയിൽ കമന്റ് വരുമായിരുന്നു, പണ്ടിട്ടിരുന്ന വീഡിയോസ്. ഇപ്പൊ അത് ഫുൾ ഒന്നില്ല, ആ പഴയ വീഡിയോസിൽ 1-2 കമന്റ് ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എങ്ങാനും കണ്ടെങ്കിലേ വരുള്ളൂ. മറ്റേതല്ലാതെ ഈ പ്ലേലിസ്റ്റ് കിടന്ന് കയറുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ അത് മാത്രമല്ല, നിങ്ങൾ ലോങ് ടൈം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്നിട്ട വീഡിയോ ആണല്ലോ ഇതിന്റെ ഒരു യൂട്യൂബിന്റെ ഒരു ഗുണം അതാ. അത് എന്നുവെച്ചാൽ ഫ്യൂച്ചറിസ്റ്റിക് അല്ല, അത് ഇപ്പം ചെയ്യുന്ന അല്ലാതെ നമ്മൾ നല്ല ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞാലും ചിലപ്പോൾ അതിൽ നിന്ന് വരെ നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടും അല്ലേ. അന്ന് അത് ചിലപ്പോൾ പിന്നീടായിരിക്കും സെർച്ചബിൾ കണ്ടന്റ് ആവുന്നത്, ചിലപ്പോൾ അന്നേരം എടുത്ത ആൾക്കാർ പിന്നെയും കാണും. എന്റെ ഇപ്പൊ പഴയ വീഡിയോസ് ഒന്നും റെക്കമെൻഡേഷൻ പോകാറില്ല, കാരണം ഞാൻ അന്ന് അങ്ങനെ കാണിച്ചു വെച്ചു. ഞാൻ വിചാരിക്കും എനിക്കിപ്പോ ഒരു കാര്യം ഞാൻ പണ്ട് ചെയ്തത് മായ്ച്ചു ഞാൻ അന്ന് അത് ചെയ്യരുതെന്ന് ഞാൻ വിചാരിക്കും. കാരണം അന്ന് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഗ്രാഫ് അത്ര ഡൗൺ ആയി. അപ്പൊ റെക്കമെൻഡേഷൻ കുറഞ്ഞു, ആളുകൾക്ക് വീഡിയോ കാണിക്കണത് കുറഞ്ഞു. അത് പലവരും പറയണില്ലേ കല്യാണം കഴിച്ചതിന് ശേഷം കല്യാണത്തിന് ശേഷം ഞാൻ ഈ പരിപാടി കാണിച്ചു വെച്ചത് മൊത്തത്തിൽ കൊളവാക്കി. ഇത് എനിക്കറിയില്ല, ഞാൻ എൻ്റെ മാനേജറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന് തോന്നണില്ല, അറിയില്ല. പിന്നെ അവർക്ക് അറിയില്ല യൂട്യൂബിനെ കുറിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ കീനായി നോക്കണവരുണ്ടെങ്കിൽ ഇത് സത്യമാണോ എന്നുള്ള താഴെ കമന്റ് പറയണം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോന്ന് കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്യണേ. വേറൊന്നും ആ സമയത്ത് നടന്നിട്ടില്ല. അതിനുശേഷമാണ് നോട്ടിഫിക്കേഷൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം അൽഗോരിതം കൺഫ്യൂസ്ഡ് ആയി. ഇത്രയും വ്യൂസ് ഉണ്ടായിരുന്ന ഒരു സാധനം പോയി. പിന്നെ ആണെങ്കിൽ എനിക്ക് പണ്ട് നല്ല ഇതായിരുന്നു, ഞാൻ ഡിലീറ്റ് ചെയ്യും. നിങ്ങൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യരുത് വീഡിയോസ്. നമുക്ക് വ്യൂസ് ഉള്ള എന്തുണ്ടോ അത് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം, അൺലിസ്റ്റഡ് ആക്കാം, പ്രൈവറ്റ് ആക്കാം. പക്ഷെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി, ആ ഡാറ്റ പോയി അതിൽ നിന്ന് ആ ഡാറ്റ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഇതില്ല. പിന്നെ അപ്പൊ ഒരു എംപ്റ്റിനെസ് അവിടെ. അപ്പൊ അൽഗോരിതം വിചാരിക്കും ഇത് എന്ത് പറ്റി, ഇവര് ഫേക്ക് ആയിട്ട് ഇനി മേടിച്ചതാണോ, ഇത്ര ദിവസം ഉണ്ടായ സാധനം കൺഫ്യൂസിങ് ആവും. അപ്പൊ നോട്ടിഫിക്കേഷൻസ് കുറയും. പിന്നെ ഇതിങ്ങനെ ആയെങ്കിലും നിങ്ങൾക്ക് പിക്ക് ചെയ്ത് കൊണ്ടുവരാം. എങ്ങനെ നല്ലോണം ഫോട്ടിട്ട് വീഡിയോ ഇടാം. ഞാനങ്ങനെ ഫോട്ടിട്ട് വീഡിയോ ഇടുന്നത് ഇപ്പൊ കുറവായതുകൊണ്ട് അങ്ങനെ ഇടാറില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറെ ഓഡിയൻസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം ഈ മില്യൺ ഇപ്പൊ പറഞ്ഞില്ലേ, മില്യൺ വ്യൂസിന്റെ കാര്യമൊക്കെ പറയുമ്പോഴേക്കും ഒരു വീഡിയോ വൈറലായാൽ അതുകൊണ്ട് പോപ്പുലാരിറ്റി കിട്ടുമോ, അതുകൊണ്ട് റിച്ച് ആവാൻ പറ്റുമോ? മീൻസ് ഭയങ്കര ഏണിങ്സ് വരുമോ, അല്ലെങ്കിൽ ജസ്റ്റ് പോപ്പുലാരിറ്റി മാത്രമേ കിട്ടുള്ളൂ? ഒരു വീഡിയോ വൈറൽ ആവുന്ന വീഡിയോസ് കാണുമല്ലോ. അപ്പം വൈറൽ ആവുന്ന വീഡിയോസ് നമ്മൾ ചെയ്താലോ, ഇങ്ങനെ ട്രെൻഡ് വീഡിയോസ് അല്ല, നമ്മൾ ചെയ്യുമ്പോൾ ഒരു സാധനം പെട്ടെന്ന് വൈറലാകുന്ന ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, ഓരോരുത്തർ ചെയ്യുമ്പോൾ പെട്ടെന്ന് വൈറലാവുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. ആ വൈറലാവുന്നതുകൊണ്ട് നമുക്ക് ഫെയിം ആവുന്ന മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് ഭയങ്കരമായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അല്ലാതെ ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കും. ഇപ്പോൾ ഒരു വീഡിയോ വൈറലായി, ആ വൈറലായ ടൈമിൽ നിങ്ങൾ ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ട് ആളുകൾക്ക് ഇഷ്ടമുള്ള പിക്ക് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മുടെ മറ്റേ കുംഭമേളയ്ക്ക് ഹിറ്റായിരുന്നു വൈറലായ ഒരു പെൺകുട്ടി ഉണ്ട്. അത് മോണിറ്റൈസ് ആക്കി എടുക്കാം അല്ലേ? അത് നമ്മള് കഴിവുണ്ടാവണം. അത് നമ്മള് ഇപ്പൊ വൈറലായി, നമ്മളവിടെ വൈറലായി, ഓക്കെ വൈറലായി അത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ് പിടിച്ചു നിർത്താം. അതല്ല, ഇത് ട്രെൻഡിങ് വീഡിയോസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രെൻഡ്, ഇപ്പോൾ ഒരു പാട്ട് വൈറലായി, നമ്മൾ ആ പാട്ട് ഡാൻസ് ചെയ്തു, അതിൽ നമുക്ക് എന്ത് കിട്ടാനാ? കാരണം അത് നമ്മൾ ട്രെൻഡിന്റെ പോപ്പുലാരിറ്റി കൂട്ടാൻ നമുക്ക് യൂസ് ഉണ്ടാവില്ല. അതുകൊണ്ട്
വരുമാനം ഉണ്ടാവില്ല, പോപ്പുലാരിറ്റി കൂട്ടാം. പോപ്പുലാരിറ്റി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാമല്ലോ, ചെയ്യാം. പക്ഷെ ആളുകൾ ഓർത്തിരിക്കില്ലല്ലോ. കാരണം ഒരുപാട് ട്രെൻഡിനൊത്ത് പോകുമ്പോൾ ആളുകൾ ആ ഒരു ഹൈക്ക് കിട്ടി പിന്നെ പിന്നെ അങ്ങനെ എനിക്ക് തോന്നണം കേട്ടോ, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റണം. എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു നീഷ് എല്ലാവരും ചോദിക്കാറുണ്ട്, നമ്മള് ഒരു നീഷ് ഫോളോ ചെയ്യണോ, കാറ്റഗറി കേട്ടോ, ഒരു കാറ്റഗറി ഫോളോ ചെയ്യണോ, പല കാറ്റഗറി ഫോളോ ചെയ്യണോ ചോദിക്കും. എനിക്ക് തോന്നുന്നു ഒരു കാറ്റഗറി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലോ ഇങ്ങനെ ഒരു ഒപ്റ്റിമൈസ്ഡ് ആക്കാം. ഇപ്പം ഞാൻ ബ്യൂട്ടി ചെയ്യാണ്, ബ്യൂട്ടി ചെയ്യുമ്പോൾ എനിക്ക് വരണ ആഡ് ബ്യൂട്ടി റിലേറ്റഡ് ആഡാ. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുക ബ്യൂട്ടി കാണുന്ന ആളുകൾക്ക്. അപ്പം ഞാൻ ഇന്ന് ബ്യൂട്ടി ചെയ്ത് നാളെ കുക്കിംഗ് ചെയ്ത് അതിൻ്റെ നാളെ ഡാൻസ് ഇട്ട്, അപ്പം ഇത് ആർക്ക് റെക്കമെൻഡ് ചെയ്യണം? അപ്പം ഇത് പല ഓഡിയൻസ് വരും. അപ്പം നമുക്ക് ഒരു വൈഡായി പോകും. അപ്പം ഞാൻ നാളെ ബ്യൂട്ടി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 30,000 പേര് കയറി, ഈ ഓരോ ഇതിൽ നിന്നും 10,000 വെച്ച് തന്നിരിക്കട്ടെ. അപ്പൊ ഈ ബ്യൂട്ടി കാണാൻ 10,000 വരുള്ളൂ. എപ്പോഴും നിങ്ങൾ ഒരു കാറ്റഗറി തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് നിങ്ങൾ അങ്ങ് ബേൺ ഔട്ട് ആവില്ലേ, കാറ്റഗറി മാറ്റി പഠിക്കണം. അപ്പൊ കുറച്ചുകൂടി ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ലിബറലാ. ഇപ്പൊ എനിക്കില്ല ബ്യൂട്ടിയിൽ, ഞാൻ ഇനി എന്ത് ചെയ്യാനാ? അപ്പൊ നമുക്ക് ഇത്ര വേണ്ടി ലൂസാക്കാം. അങ്ങനെ കാറ്റഗറി ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോഴേക്കും നിങ്ങൾ കുറച്ചൊന്ന് സെറ്റ് ആക്കണം, ഒന്ന് എന്തെങ്കിലും വേറെ ബിസിനസ്സിലോട്ടോ. എപ്പോഴാണ് അപ്പൊ യൂട്യൂബ് ഇപ്പം ഇൻഡിപെൻഡന്റ്, പിന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്ന് തോന്നിയായിരുന്നു? അപ്പൊ നമുക്ക് കുറച്ച് പ്രഷർ കുറയായിരിക്കുമല്ലോ, ഞാൻ ഇനി അങ്ങനത്തെ കണ്ടന്റ് അല്ലെ നിർബന്ധമായും ചെയ്യേണ്ട. അത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ കൺസെപ്റ്റ് അനുസരിച്ചാ. എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് 3 നേരം ഭക്ഷണം കഴിച്ചു പോകാം. നമുക്ക് കുറച്ച് റിലാക്സ് ആവും. അപ്പൊ ഇപ്പൊ എനിക്ക് അങ്ങനെ വലിയൊരു മേ ബി ചിലപ്പോൾ പിന്നെ എനിക്ക് കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പഠിത്തവും അതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചിലവ് കൂടുമായിരിക്കാം അല്ലേ. ഇപ്പം ഇപ്പം അങ്ങനെ ഉള്ളു. അത് ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ്, എത്ര പൈസ ഉണ്ടാക്കണം എന്നുള്ള ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പം നിങ്ങൾ തുടങ്ങിയ സമയത്തൊക്കെ ഭയങ്കര മീൻസ് അധികം ആരും നമുക്ക് ചോദിക്കാനോ ഇതെങ്ങനെ മറ്റേ ഗോഡ് ഫാദർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ആരുമില്ല, അല്ലെ ഇത് ചെയ്ത ആരുമില്ല. അപ്പോൾ ഈ ബ്രാൻഡ്സ് ഒക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ചെയ്തിരുന്ന മിസ്റ്റേക്ക് എന്താണ്? ബ്രാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ? കാരണം നമുക്കിതിപ്പോൾ എത്ര രൂപ മേടിക്കണം, ഇപ്പോഴും ഒരുപാട് പേർക്കുണ്ടാവും ആ ഒരു പ്രശ്നം ഉണ്ട്, നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ എത്ര പേയ്മെന്റ് ചോദിക്കണം, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യം വരുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? ബ്രാൻഡ് ഡീലിന് വരുമ്പോൾ പൈസ ചോദിക്കാമെന്ന് അറിയാമായിരുന്നോ? ഇല്ല, ആദ്യമൊന്നും പൈസ ചോദിക്കണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയോ വീഡിയോസ് ആരും കേട്ടോ നമ്മുടെ ഈ എനിക്ക് അന്നുണ്ടായിരുന്ന മലയാളം ബ്യൂട്ടി ചെയ്യുന്നവർക്കൊന്നും അറിയില്ല. ഞാൻ അവരോട് പറയണേ നമുക്ക് ഇത്ര പൈസ ചോദിക്കാവോ? അപ്പോഴേ ഞങ്ങൾക്കന്ന് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, ഒരു ഫേമസ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, വിവാദ ഗ്രൂപ്പ്. അപ്പൊ നമുക്കിങ്ങനെ പൈസയൊക്കെ ചോദിക്കാം, അപ്പൊ ഇങ്ങനെ ഓരോന്ന് ചോദിക്കാന്നൊക്കെ ഞാൻ അങ്ങനെ പറയും. അപ്പോഴാണ് നമ്മൾ പൈസ ചോദിച്ചു തുടങ്ങണം. അതിന് മുമ്പ് വരെ നമുക്ക് പൈസ ചോദിക്കാനുണ്ടായിരുന്നില്ല. ബ്രാൻഡ്സ് അല്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് സാധനം അയച്ചു തന്നിട്ട് ബാർട്ടർ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി ഒക്കെ ബാർട്ടർ ചെയ്യും. നിങ്ങൾ ബാർട്ടർ ചെയ്ത് ഒരു അത്യാവശ്യം നിങ്ങൾക്ക് ഇനി നമുക്കൊരു പ്രൊഡക്റ്റ് ആഗ്രഹം ഉണ്ടാവില്ല. ആ ഒരു ആഗ്രഹം കുറച്ച് കഴിയുമ്പോൾ മാറൂല, പ്രോഡക്റ്റ് കണ്ടു കഴിയുമ്പോഴേക്കും. അങ്ങനെ മാറി കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെന്റ് ചോദിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പേയ്മെന്റ് കാരണം ഇത് ഭയങ്കര ഒരു സാധ്യതയാണ്, അഡ്വർടൈസിങ്ങിന് ഭയങ്കര സാധ്യതയാണ്. പുതിയതായിട്ട് തുടങ്ങുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് വെച്ച് മീൻസ് പുതിയതായിട്ട് ആദ്യം തന്നെ പേയ്മെന്റിലല്ല, ആദ്യം പറഞ്ഞ പോലെ ബാർട്ടർ ചെയ്യുക, എന്നിട്ട് പേയ്മെന്റ് ചോദിക്കുക. ആദ്യം മടിയുണ്ടാവും, ചോദിച്ചാൽ എനിക്ക് കിട്ടുമോ ഇല്ലേ, അങ്ങനെ ഒരു ഉണ്ടാവും, മിക്കവാറും കുറേ പേര് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പേയ്മെന്റ് ചോദിച്ച് തുടങ്ങണം. ഞാൻ അങ്ങനെ എൻ്റെ ഫസ്റ്റ് പേയ്മെന്റിന്റെ എക്സ്പീരിയൻസ് പറയാം കേട്ടോ. എനിക്ക് അവിടെ ഇതുവരെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ബ്രാൻഡ് എക്സ്പീരിയൻസ് പറയാം. ഫസ്റ്റ് എനിക്കിങ്ങനെ ഒരു ബ്രാൻഡ് ഇത് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ എനിക്ക് പ്രോഡക്റ്റ് അയച്ചു തരണം, ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുക, എങ്ങനെയൊക്കെ എൻ്റെ പോളിസീസൊക്കെ പറഞ്ഞു. അന്ന് എൻ്റെ പോളിസീസൊക്കെ ഞാൻ പറയായിരുന്നു. ഓക്കെ, പോളിസീസൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരു ലോങ് ടേം ആയിരുന്നു. എനിക്ക് 5 പ്രോഡക്റ്റോ 4 പ്രോഡക്റ്റോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പല പ്രോഡക്റ്റുകൾ 5 വീഡിയോ ചെയ്യും, 5-4 വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ ചോദിച്ചു വാട്ട്സ് യുവർ കൊമേഴ്ഷ്യൽ? ഫോണിലാ, വാട്സപ്പിലാണെങ്കിൽ നമുക്ക് അയക്കാം, ഫോണിലാ. അപ്പൊ ഞാൻ ഇങ്ങനെ പയ്യനിങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വെളിയിൽ നമ്മുടെ കോട്ടയത്തെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഊഹം. വെളിയിൽ ഇങ്ങനെ ഞാൻ വരാന്തയെ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പൊ ഇങ്ങനെ 2000 ഓക്കെ പെർ വീഡിയോ 2000. ഞാൻ മൊത്തത്തിൽ 2000 ഉദ്ദേശിച്ചു. 5 വീഡിയോ ഒക്കെ കൂടി ചേർത്ത് 2000 ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അവര് ഒരു വീഡിയോക്ക് 2000 എന്ന് പറഞ്ഞു. എന്റെ ഹൃദയം ഉണ്ടല്ലോ ഇങ്ങനെ ഫസ്റ്റത്തെ ബ്രാൻഡ് പൈസ വീട് ലഡ് പൊട്ടി എന്റെ മനസ്സിനോട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതാണ്. അപ്പൊ പുതിയ ആൾക്കാരുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ ചോദിക്കാന്നുള്ള അങ്ങനെ മടിക്കൊന്നും വേണ്ട. നമ്മുടെ വാല്യൂ എങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബ്രാൻഡ്സായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വാല്യൂ എന്താണ്, നമുക്കുള്ള ഓഡിയൻസ് എന്താണ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബ്രാൻഡുമായിട്ട് കാറ്റഗറി വൈസ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊന്നും
എൻ്റെ ഇനീഷ്യൽ കുറച്ച് നാളാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നക്കുട്ടീനെയാണ് എനിക്ക് ഇത് സംസാരിക്കാനായിട്ട്, ആള് നല്ലോണം സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് നല്ല കഴിവുണ്ട്. അല്ല, ഞാൻ നെഗോഷിയേറ്റ് ചെയ്യണേക്കാട്ടിലൊക്കെ നല്ല സൂപ്പറായിട്ടാണ് കുട്ടി നെഗോഷിയേറ്റ് ചെയ്ത് കറക്റ്റ് പ്രൈസിലെത്തിക്കും. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം വരണ വെച്ചാൽ എനിക്ക് അങ്ങനെ പൈസ ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടി. അത് അങ്ങനെയുള്ളവരും കുറച്ച്, ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഇത് ഒരു ബഡിങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനല്ല, കുറച്ചൊരു ലെവലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ഒരാൾ ഇല്ലെങ്കിൽ, മീൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ കുറച്ചൊന്ന് ഫെയിം ആയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മാനേജറിന് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഒരാൾ പേഴ്സണലി സംസാരിക്കുന്ന പോലെ, ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ നെഗോഷിയേറ്റ് ചെയ്ത് പൈസ മേടിക്കാനേ പറ്റണമെന്നില്ല. അപ്പോൾ മാനേജറിനാകുമ്പോൾ അയാൾക്ക് പേഴ്സണലി സംസാരിക്കാം, ബോൾഡായിട്ട് കാര്യങ്ങൾ പറയാം. അങ്ങനെ ഒരാൾ നമ്മളോട് നേരിട്ട് പറയുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ മെയിൻ ട്രിക്കാണ് കേട്ടോ, വെച്ചാൽ നമ്മളോട് പറയും നിങ്ങൾക്ക് ഇത്രയല്ലേ വ്യൂസ് ഉള്ളൂ, പിന്നെ ഇതിൽ കുറെ ടെർമിനോളജീസ് ഉണ്ട്, CPV, നിങ്ങൾക്ക് ഇത്ര ഇതിന് ഇത്രയല്ലേ ഉള്ളൂ, അവരുടെ അനലിറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ പറയും. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും, നമ്മുടെ ചാനൽ നമ്മൾ കുറവായിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. എന്നോട് പലരും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഇവർ പറയുമ്പോഴേക്കും ഓക്കെ ശരിയാണല്ലോ കുറവാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് അവരിങ്ങനെ വിഷമിച്ച് ഓക്കെ സമ്മതിക്കുന്ന പൈസക്ക്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു വാല്യൂ ഉണ്ട്, നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തണം കേട്ടോ. അല്ല കിട്ടാത്തൊരു പൈസ എമൗണ്ട് ചോദിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചോദിച്ച് നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം. ഓൾവേസ് മാർക്കറ്റിംഗ് ഏജൻസീസ് ആയിരിക്കും നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അവർ മാക്സിമം കുറച്ച് പിടിക്കാൻ നോക്കും. എന്നിട്ട് അവരുടെ പ്രോഫിറ്റ് അതിനകത്തോടെ ഒരു ഇത്ര പെർസെൻറ്റേജ് അവരെയും കൂടെ ആഡ് ചെയ്തിട്ട് അവർ ബ്രാൻഡിനോട് പറയുക. അറൗണ്ട് 15-20% ആയിരിക്കും. അപ്പം നിങ്ങൾ എത്രത്തോളം കുറയ്ക്കുക അതിനനുസരിച്ച് കൂട്ടി അവരവിടെ പോയിട്ട് പറഞ്ഞ് അവർ ബാക്കി പൈസ മേടിച്ചെടുക്കും, നിങ്ങൾക്ക് ബാക്കിയേ തരുള്ളൂ. അപ്പം നിങ്ങളെങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങളെങ്ങനെ മാർക്കറ്റ് നിങ്ങളുടെ അതേ കാറ്റഗറി ഉള്ളവർ എങ്ങനെ ചാർജ് ചെയ്യുന്നു, അങ്ങനെയുള്ള. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവർ വളരെ കുറച്ചാണ് ചാർജ് ചെയ്യുന്നത്. നമുക്കറിയാലോ, നോർത്തിലൊക്കെ പോകുന്ന വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പൊതുവേ നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചാർജ് കുറച്ച് നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് എന്ന് വെച്ചാൽ അത്യാവശ്യം പർച്ചേസിംഗ് പവർ ഉള്ളവരെ. അപ്പം ഞാൻ ഇത് കുറെ കാലമായിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ട് അതിനെപ്പറ്റി എങ്ങനെ ബ്രാൻഡുമായിട്ട് അപ്രോച്ച് ചെയ്യണം, ബ്രാൻഡ് നെഗോസിയേഷൻസ് എങ്ങനെ നമ്മൾ ചെയ്യാന്നൊക്കെ ഉള്ള കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമുക്ക് വേണേൽ വേറെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ബ്രാൻഡ് ഡീൽസ് 2000 രൂപ ചോദിച്ചു. പക്ഷെ ഒരു വീഡിയോക്ക് 2000 വെച്ചിട്ട് അപ്പൊ മനസ്സിലായി പൈസ കിട്ടുമെന്ന്. ഞാൻ പണ്ട് എനിക്ക് കുറെ കൊളാബറേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവർ ഫ്രീ പ്രോഡക്റ്റ് അയച്ചു തരാം. എന്നിട്ട് ഇങ്ങനെ ഇവര് നമുക്കിങ്ങനെ ഓരോ ക്ലിക്സിന് എന്തോ പൈസ ആയിരുന്നു എന്ന് എനിക്ക് തോന്നണ്. അപ്പം എല്ലാ മാസവും ഒരേ പൈസ കേട്ടോ. എനിക്ക് 10,000 ആണ്, എത്ര ഞാൻ ഓർക്കണില്ല. എല്ലാ മാസവും ഒരേ പൈസ. അപ്പോഴേക്കും ഒരു തവണ ഇങ്ങനെ എന്തോ ഒരു ഡൗട്ട് കാരണം ഇങ്ങനെ ചോദിച്ച് അവരോട്, അടുത്ത മാസം സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് ക്ലിക്ക് എന്നൊക്കെ പറയണത് ചുമ്മാതാണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഏൺ ചെയ്യാനുള്ള രീതികൾ പറ. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെ നമുക്ക് മോണിറ്റൈസേഷൻ, യൂട്യൂബിലാണെങ്കിൽ ഇൻസ്റ്റയിലില്ലല്ലോ, ഇൻസ്റ്റയിലില്ല. മോണിറ്റൈസേഷൻ നമ്മൾ ഇടുന്ന വ്യൂവിനനുസരിച്ചുള്ള പൈസ. അതിപ്പോ കുറെ നല്ലതാ. കാരണം ഇപ്പോൾ യൂട്യൂബിൽ ഷോപ്പിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഓർഗാനിക് കണ്ടന്റ് മാത്രം ചെയ്തുകൊണ്ട് ചെയ്യാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വ്ളോഗ് ചെയ്യുമ്പോൾ അത്ര വലിയ പൈസ അതിൽ നിന്ന് കിട്ടത്തില്ല. പ്രോഡക്റ്റുകൾ കാരണം പ്രോഡക്റ്റ് കാണിക്കണ വീഡിയോസിൽ ആഡ് കൂടുതൽ പ്ലേ ആവും. അപ്പോൾ അതിൽ നിന്ന് കുറേ കൂടുതൽ പൈസ കിട്ടും. വ്ളോഗിനില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വ്ളോഗിനൊക്കെ നല്ല പേയ്മെൻറ്റ് വരും. കാരണം എന്താ വെച്ചാൽ വ്ളോഗ്സ് ഇപ്പോൾ ഷോപ്പിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. യൂട്യൂബിൻ്റെ തന്നെ ഓരോ ആഡ് പ്ലേ ആവുന്നതിനുള്ള പൈസ വ്യത്യാസം വന്നു. നമ്മുടെ ഇൻഫ്ലമേഷൻ അല്ലല്ലോ, ഇൻഫ്ലേഷൻ, സോറി, അങ്ങനത്തെ ഒക്കെ എക്കണോമിക്സിന്റെ ഇത് വരണം. അപ്പോൾ പിന്നെ ബ്രാൻഡ് കൊളാബ്, പിന്നെ അഫിലിയേറ്റ്സ്. എന്താണ് അഫിലിയേറ്റ്? അഫിലിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തില്ലേ, ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ വിചാരിക്കും ഞാൻ എത്ര റിസർച്ച് ചെയ്യുമായിരുന്നു. നൈക്ക അഫിലിയേറ്റ്, ആമസോൺ അഫിലിയേറ്റ്. ഇപ്പൊ എനിക്കറിയില്ല ആമസോണിൽ എങ്ങനെ അഫിലിയേറ്റ് ചെയ്യണമെന്ന്. അന്ന് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. എന്താണെന്ന് അറിയാത്തവർക്കെന്ന് വെച്ചാൽ നമ്മള് പ്രോഡക്റ്റ് ഒരു പ്രൊമോട്ട് ചെയ്യുന്നു, അത് നിങ്ങൾ ഒരാൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻസ് ഈ ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഇപ്പം നൈക്ക ഒരു പ്ലാറ്റ്ഫോം, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നൈക്ക, ആമസോൺ പോലുള്ളവർ തരും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പം നിങ്ങൾ 300, ഞാൻ ഒരു ഫേസ് വാഷ് കാണിച്ചു 300 രൂപ, അതിന്റെ ചിലപ്പോൾ 7% ഒക്കെ ആയിരിക്കും ഓരോന്നിനും കമ്മീഷൻ ഡിഫറെന്റ് ആണ്. 7% ഏതാ 300-ന്റെ 7-3-21 എത്ര ശതമാനം? 7%. 7% 21 രൂപ. 300-ന്റെ 21 രൂപ കമ്മീഷൻ ആയിട്ട്. ഇത് 7% ജസ്റ്റ് ഒരു പറഞ്ഞതാട്ടോ. ഓരോ കമ്പനിക്കും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ചെറിയ കമ്പനിയൊക്കെ 10% ഒക്കെ കിട്ടുന്ന കമ്പനികളുണ്ട്. വലിയ ബ്രാൻഡ്സ് ഒക്കെ സ്വാഭാവികമായിട്ടും കുറയും. കാരണം അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യം, മീൻസ് പ്രൊമോട്ട് എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ, ട്രെൻഡിനനുസരിച്ചുള്ള.
അപ്പം അങ്ങനെ അഫിലിയേറ്റ് പിന്നെ എന്തെങ്കിലും സോഴ്സ് ഓഫ് ഇൻകം വരും. അഫിലിയേറ്റ് പിന്നെ ചെയ്യാനായിട്ട് ചിലർ ഉദ്ഘാടനം ഒക്കെ ചെയ്യാൻ പോയില്ലേ പോപ്പുലർ ആയി കഴിഞ്ഞാൽ അതൊരു നല്ല കഴിവുണ്ടെങ്കിൽ വെച്ചാൽ അതിൽ പോയിട്ട് പൈസ പിന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം, ഇങ്ങനെ കോഴ്സുകൾ വെക്കാം, കോഴ്സുകൾ വെക്കാം, പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ആ പോപ്പുലാരിറ്റി യൂസ് ചെയ്തിട്ട് ഇപ്പൊ കണ്ടില്ലേ ഫൗണ്ടർ ബ്രാൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. ഫൗണ്ടറെ കാണിച്ചിട്ട് എന്റെ ക്ലോത്തിങ് തന്നെ എന്റെ ഒരു ഇതിലാണ് ആളുകൾ എന്നെ വിശ്വാസമായിട്ടാണ് പല ആളുകളും ഇതുവരെ ഡ്രസ്സ് ഓൺലൈൻ മേടിക്കാത്തവർ എൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഉണ്ണീന്ന് വിശ്വസിച്ച് മേടിക്കണേ. ഇപ്പോഴും ആളുകൾ മെസ്സേജ് അയക്കുമ്പോൾ എന്നെ ഉണ്ണീന്ന് വിളിച്ചിട്ടാണ് നമ്മുടെ സ്റ്റാഫിനോട് മെസ്സേജ് അയക്കുക. ഞാൻ മിക്കപ്പോഴും ഞാനല്ല കേട്ടോ നിങ്ങൾക്ക് മെസ്സേജസിന് റിപ്ലൈ ചെയ്യാറുള്ളത്. ചിലപ്പോൾ ഒക്കെ ചെയ്യാറുണ്ട്, തിരക്കായിട്ട് ഒരുപാട് മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അല്ലാത്തപ്പോൾ നമുക്ക് സ്റ്റാഫാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഉണ്ണീന്ന് വിളിച്ചിട്ട് ആ സ്നേഹത്തോട് കൂടിയിട്ടാണ് അവർ വരണേ. അത് എനിക്ക് ഈ ഒരു ഇതിൽ വന്നുകൊണ്ടിട്ടാണ് അത് പറ്റിയത്. അപ്പൊ അങ്ങനെ ബ്രാൻഡ് അല്ല എന്താണ് ബിസിനസ്, ഇതൊക്കെയാണ് ഏകദേശം അല്ലേ ഇതിനകത്ത് ഏൺ ചെയ്യാൻ. പിന്നെ വേറെ പല രീതികളും ചെയ്യാം. എനിക്ക് ആലോചിക്കാം. ഈ കോഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇതിനകത്ത് അവസരങ്ങൾ ഭയങ്കര കൂടുതലാണ് അല്ലേ. ഇതിനകത്ത് ഒരുപാട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ, ഏൺ ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ പൈസയെ ഉണ്ടാക്കണേന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഇറങ്ങി നോക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ബേൺ ഔട്ടായി പോകും. നമ്മളിതൊരു കുറച്ച് പാഷനും ഇതുമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രമേണ ബ്രാൻഡ് നമ്മുടെ ഒരു ഫൗണ്ടർ ബ്രാൻഡ് നമ്മളൊരു കാണിച്ച് നമ്മളൊരു ബ്രാൻഡാക്കാം. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഇതിന്ന് കാരണം ഇപ്പം ഞാൻ ഒരു 8 years ആയില്ലേ. അപ്പോൾ ആളുകൾ എന്നെ കണ്ട് എൻ്റെ അടുത്തുനിന്നൊന്നും കാണാൻ അവർക്ക് ഉണ്ടാവില്ല. ഞാൻ ഇനി വേറെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ടോപ്പിക്ക് മാറ്റി പിടിക്കണമെന്ന് ഞാൻ ഇപ്പം ചിന്തിക്കാൻ കാര്യം. കാരണം അവർക്ക് ബ്യൂട്ടി എന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് വേറെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും തുടങ്ങണം, ബിസിനസ്സോ കോഴ്സുകളോ. കാരണം എങ്കിലാണ് പറ്റുള്ളൂ. പിന്നെ യൂട്യൂബിലും ഒരു ഇതുണ്ട്, യൂട്യൂബിൽ എങ്ങനെയാ വെച്ചാൽ ഇത്ര നാളായാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇത്ര ഒരു 1 million ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുറേ നാളായിട്ടുള്ള അവർ സെയിം നീഷാണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വ്യൂസ് കുറവാണ്. ഒന്നാമത് മിക്കതിനും കാരണം ആളുകൾക്ക് ഷോർട്സ് പിന്നെ എനിക്ക് തോന്നുന്നു സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുമായിരിക്കും. പക്ഷെ ആളുകൾക്ക് ഒരു വിരസത വരും. പിന്നെ യൂട്യൂബും ബിഗിനേഴ്സിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിന് എപ്പോഴും നല്ലത് പുതിയ ക്രിയേറ്റേഴ്സ്, കാരണം പുതിയ ആൾക്കാർ വരുമ്പോഴേ പുതിയ ഓഡിയൻസും വരുള്ളൂ. കാണാൻ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടാരെ തന്നെ കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യാന്നുള്ളത് ബിസിനസ് ആണല്ലോ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പുതിയ എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ നടത്തുക എന്നുള്ളത്. അങ്ങനെ നടത്താതെ ആകുമ്പോഴേക്കുമാണ് ഇതായി പോവുക. അപ്പൊ ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കൂടെ ചെയ്യണം. എനിക്ക് ഇടയ്ക്കൊക്കെ ഭയങ്കര ബേൺ ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യും. എപ്പോഴെങ്കിലും യൂട്യൂബ് നിർത്തിയാലോന്ന് പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട് യൂട്യൂബ്. എന്തുകൊണ്ടായിരിക്കും എന്നുവെച്ചാൽ ആ ഒരു ഡിപ്രഷൻ ഒക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് നല്ലോണം തോന്നിയിരുന്നു. കാരണം എന്ത് ചെയ്തിട്ടും ഒന്നും ഇതാവില്ല. വേറെ ഇപ്പുറത്തെ ഹോർമോൺസ് കിടന്ന് വേറെ പരിപാടി. ഈ മൊത്തത്തിൽ നെഗറ്റീവ് കമൻറ്റ് 1 or 2 വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ വീണവിടെ, എന്നെ കൊണ്ടൊന്നിനും പറ്റൂല എന്ന് പറഞ്ഞു ഭയങ്കര. അപ്പം ഞാൻ വിചാരിക്കും അപ്പോഴാണ് എനിക്കിങ്ങനെ ഹെയറിനെ കുറിച്ചിട്ടൊക്കെ കമൻറ്റുകളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ ഒട്ടും പെർഫെക്റ്റ് അല്ല എന്നുള്ള കമൻറ്റ്. അപ്പോൾ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കണ്ണാടി തന്നെ നോക്കാൻ തോന്നത്തില്ലായിരുന്നു ഞാനൊട്ടും. കാരണം നമുക്ക് റിലവൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു ഇത്ര വർഷമാകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പണ്ട് തുടങ്ങിയിരുന്നപ്പോൾ ഞാൻ കുട്ടിയായിരുന്നു. ഇപ്പം ഞാൻ വലിയ സ്ത്രീ ആയില്ലേ കുറച്ചൊക്കെ. അപ്പം ഞാൻ ആ കുട്ടിയായിരുന്നു ഞാൻ മാറും. അത് ആളുകൾക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ മേ ബി ചിലപ്പോൾ എന്റെ കല്യാണോ എല്ലാം ഇതിലായിരുന്നില്ലേ. ഞാൻ വന്ന എൻ്റെ കോളേജ് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞു. എൻ്റെ പുതിയ വീട്, എൻ്റെ പുതിയ ബിസിനസ് എല്ലാം നിങ്ങളുമായിട്ടാണ്, എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാ. അപ്പം അങ്ങനെ റിലവൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നി. നമ്മളിപ്പോൾ എന്താ പറഞ്ഞു പറഞ്ഞത് നിർത്തിയാലോ. അപ്പൊ ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. വെച്ചാൽ ഇങ്ങനെ എല്ലാവരെയും സംതൃപ്തപ്പെടുത്തി എങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റണത്. സാധാരണ ലോങ്ങിലായിട്ട് ട്രൂ ആയിട്ട് നിൽക്കാൻ പറ്റുമോ? കംപ്ലീറ്റ്ലി ട്രൂ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അല്ല, നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഇപ്പം ഞാൻ പല വീഡിയോയിലും പറയാറില്ലേ, നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ പറയണവർക്കൊക്കെ കിട്ടുന്നത് ഭയങ്കര കുറവ് വ്യൂസാണ്. നിങ്ങൾ കുറച്ച് ഫേക്ക് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞ ചിലപ്പോൾ എന്തെങ്കിലും ഓക്കെ കുറച്ച് ഇങ്ങനെ ഫേക്ക് അതാ അങ്ങനെയാണ് സോഷ്യൽ മീഡിയ. ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു അതാണ്. സോ ഫേക്ക് ഇറ്റ്. എനിക്കത് പറ്റാറില്ല. ഞാൻ ട്രൈ ചെയ്യാം കുറച്ചിങ്ങനെ നമ്മൾ ഇച്ചിരി ഇങ്ങനെ അസ്തറ്റിക് ആയിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ നിൽക്കണ പോലത്തെ ക്വാളിറ്റിയിലൊന്നും വന്നിട്ട് കാര്യമില്ല. നമ്മൾ പണ്ട് TV-ലൊക്കെ എങ്ങനെയാണ് കണ്ടിരുന്നത്, നല്ല ഒരുങ്ങി നല്ല സെറ്റായിട്ടാണ്. ഈ പരിപാടികളൊക്കെ നടത്തുമ്പോൾ റിയാലിറ്റി ഷോ ഒക്കെ നടത്തുമ്പോൾ എങ്ങനെയാ ഭയങ്കരമായിട്ട് ഒരുങ്ങിയൊക്കെ അല്ലേ വരാം. അതന്നെ ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടം. അത് മാത്രമല്ല എന്തും നമ്മൾ നോർമലാണെങ്കിൽ ആളുകൾക്ക് കാണാൻ ഇഷ്ടമല്ല.
ആളുകൾക്ക് എന്താ എക്സ്ട്രാ ഓർഡിനറി വിയേർഡ് ആയിട്ടുള്ള അങ്ങനത്തെയൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഓക്കെ, അടുത്ത ചോദ്യം, ബ്രാൻഡ് ഡീൽസ് വരുമല്ലോ. അപ്പോൾ ബ്രാൻഡ് ഡീൽസ് പറയുമ്പം ഇപ്പോൾ എല്ലാ ബ്രാൻഡും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബ്രാൻഡിനോട് നോ പറയുന്നത് എങ്ങനെയാണ്, അല്ലെ നോ പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ നോ നേരിട്ട് പറഞ്ഞേക്കണത് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, മെസ്സേജിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞേക്കണ കുഴവാ. ഞാൻ എൻ്റെ മാനേജറിനോട് പറയും, മാനേജർ എനിക്ക് പറ്റില്ല. എന്നോട് എൻ്റെ കുട്ടി ചോദിക്കാറുണ്ട് ഇങ്ങനെ പലത് വരുമ്പോഴേക്കും ഇത് വേണ്ടേ വേണ്ടേ ഇങ്ങനെ ചോദിക്കും. ബ്രാൻഡ് ഡീൽസ് ഒരുപാട് ഈ പറഞ്ഞ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ പറയാം. ബ്രാൻഡ് ഡീൽസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ വരുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പം ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ ടൈപ്പ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഫിനാൻഷ്യൽ ആണെങ്കിലും എല്ലാം ആൾ പിന്നെ ഒരു നീഷായതുകൊണ്ട് ബ്യൂട്ടി മാത്രമേ എടുക്കലുള്ളൂ. അതിൽ തന്നെ ഭയങ്കര സെലക്റ്റീവ്. എത്ര ബ്രാൻഡ്സ് ആണെന്ന് അറിയാം. മീൻസ് വലിയ ചില നമുക്ക് എങ്ങനെയാണ് ബ്രാൻഡ് ഡീൽസ് വർക്ക് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു ബ്രാൻഡ് വരുന്നു, അല്ല ഏജൻസി ഡയറക്റ്റ്ലി ബ്രാൻഡ് വരുന്നത് വളരെ കുറവായിരിക്കും, കൂടുതൽ ഏജൻസി ത്രൂ ആയിരിക്കും വരുന്നത്. വലിയ ബ്രാൻഡ്സിൻ്റെ കാര്യം പറയണം. അപ്പോൾ ഏജൻസി വരുന്നു, അപ്പോൾ അവരിങ്ങനെ ആദ്യം പറയുന്നു ഇങ്ങനെ ഇതുണ്ട്, നിങ്ങളുടെ കൊമേഴ്സിൽ എത്രയാണ്, ഇന്നയാണ് ഡെലിവറബിൾസ് മീൻസ് റീലാണോ യൂട്യൂബ് വീഡിയോ ആണോ എന്താണെന്നുള്ളത് അവർ പറയും. ഇൻറ്റഗ്രേറ്റ് ആണോ ഡെഡിക്കേറ്റഡ് വീഡിയോ എന്നൊക്കെ പറയും. അപ്പം അത് ഇന്ന ബ്രാൻഡ്സ് ഇൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ കൊമേഴ്സിൽ എന്ന് പറയും. അപ്പം നമ്മൾ കൊമേഴ്സിൽ സംസാരിക്കും, നമ്മൾ എന്താണ് ചെയ്യേണ്ടി വരുന്നത് എഫേർട്ടിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പം ഒരു എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഉണ്ണി യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഇപ്പം ഹെയർ ഓയിലൊക്കെ ആണെങ്കിൽ നമുക്ക് റിസൾട്ടൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ടൈം നമുക്ക് എഫേർട്ട് വേണ്ടതാണ്. അതുകൊണ്ട് ഹെയർ ഓയിൽ അധികം ചെയ്യലില്ലല്ലോ, ഹെയർ ഓയിൽ മിക്കതും വന്നാൽ അധികം ചെയ്യലില്ല. അല്ലാതെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വർക്കൗട്ട് ആവാത്തത് നമ്മൾ നോ പറയുന്നുണ്ട്. പിന്നെ ഏതൊരു ബ്രാൻഡിൻ്റെ ഇല്ലായിരുന്നു, പിന്നെ ഡെയിലി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ബ്രീഫ് പറയും. ഇങ്ങനെയൊക്കെയാണ് ബ്രാൻഡ്സ് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്. എനിക്ക് ആ ബ്രാൻഡിനോട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പറഞ്ഞ പ്രശ്നമുണ്ടോ? ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇന്റർനാഷണൽ നമ്മളെല്ലാരും യൂസ് ചെയ്യുന്ന നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്ട്രൈറ്റനിങ് ബ്രാൻഡാണ്, ഹെയർ സ്ട്രൈറ്റനിങ് ബ്രാൻഡ്. അതിന് നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് 6 ഡിജിറ്റാണ്. 6 ഡിജിറ്റ് എമൗണ്ട് നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ എല്ലാ ദിവസവും ഉപയോഗിച്ചാലും മുടിക്ക് പ്രശ്നമില്ല എന്ന് 1 മിനിറ്റ് വീഡിയോനകത്ത് ഒരു 8 സെക്കൻഡ് കുറച്ച് സെക്കൻഡേ വരുന്നതേ ഉള്ളൂ. ഞാൻ അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതാണ് അവരുടെ മെയിൻ. ബ്രാൻഡ്സ് ഓൾവേസ് ഇപ്പം ഇത് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പറയാം, ബ്രാൻഡ്സ് ഓൾവേസ് വരുന്ന അവർക്ക് അടിപൊളിയായിട്ട് അവരെ കാണിക്കണം എന്ന് പറയുന്നുള്ളതുകൊണ്ടാണ്. അതിൽ പക്ഷെ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ പറയണം കേട്ടോ, കാരണം നിങ്ങളുടെ ജെന്യുവിനിറ്റിയാണ് നമുക്ക് ലോങ് ടേമിലോട്ട് വേണ്ടതല്ലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ അതേപോലെ നമ്മൾ അങ്ങനെ ഓഡിയൻസിനെ ട്രീറ്റ് ചെയ്താലേ അവർ നിൽക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ ബ്രാൻഡ്സ് പലതും പോകും. അവർ പറയുന്ന എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ നമ്മൾ സ്റ്റേൺ ആയിട്ട് നന്നായിട്ട് പറയാണ്. അങ്ങനെ നിൽക്കുന്ന ബ്രാൻഡ്സും ഉണ്ട് കേട്ടോ. ഒരു ഇൻഫ്ലുവൻസറിനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കത് പറ്റില്ല, അത് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. അങ്ങനെ അത് പറയാൻ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഓഡിയൻസ് ചിലപ്പോൾ അല്ല, എനിക്ക് എൻ്റെ ക്ലിക്സ് കാണുമ്പോൾ എനിക്കറിയാലോ എത്ര ആളുകൾ മേടിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർ അത് വിശ്വസിക്കും, അവർക്ക് അത് ശരിയാണെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഇൻറ്റഗ്രിറ്റീനെ അത് ബാധിക്കും. വളരെ കുറവാണ് അതുകൊണ്ട് ഞാൻ എടുക്കാറുള്ളത്. ഞാൻ അപ്പോൾ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ബ്രാൻഡുമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു പോളിസി വർക്ക്ഔട്ട് ആവാത്തതുകൊണ്ടിട്ട് ഡെയിലി യൂസ് ചെയ്യണമെന്ന് പറയുന്നത് നല്ല അല്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണ്ടത് വെക്കാറുണ്ട്. ഞാൻ വിചാരിക്കും ഞാൻ പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ രീതിയിൽ പൈസ ഉണ്ടാക്കാം, പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. എന്നിട്ട് എനിക്ക് ആളുകൾ കമന്റ് ചെയ്യും, നിങ്ങളെല്ലാം എന്താണ് അടുത്ത സ്പോൺസേർഡ് വീഡിയോ ആയിട്ട് വന്നത്. എനിക്ക് ഈ കാണിക്കുന്ന എല്ലാ സ്പോൺസേർഡ് വീഡിയോ അല്ല. അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ എന്തിനാ അതൊക്കെ എടുക്കാതിരിക്കണേ, ഞാൻ വിചാരിക്കും. നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്റെ മാത്രം റിവ്യൂ ആണ് മേടിക്കണേന്ന് പറയണ കുറേ പേരുണ്ട്. ഞാനും കണ്ടിട്ടൊക്കെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ബ്രാൻഡ് അസോസിയേഷൻ ചെയ്യുന്നു, അപ്പോൾ വ്യൂസ് ഭയങ്കര ലോ ആണ്, അപ്പോൾ ബ്രാൻഡ് അസോസിയേഷൻ വരത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിന്ന് ഇതുവരെയായിട്ട് എനിക്ക് ഗ്രാഫ് കൂടുതലായിട്ടാ തോന്നിയത്. ബ്രാൻഡ് കൊളാബ്സ് ഒരുപാട് വരാറുണ്ട്. എനിക്കൊന്നും നമ്മുടെ ചുറ്റിനും കാണുന്ന ഒരുപാട് എല്ലാവരും ചെയ്യുന്ന കൊളാബറേഷൻസ് ഒക്കെ എനിക്ക് വരാറുള്ളതാണ്. ഞാൻ പക്ഷെ എടുക്കാറില്ലാത്തത് കൊണ്ടിട്ടാണ് നിങ്ങളത്. ഞാൻ ഭയങ്കര സെലക്റ്റീവായിട്ട് വളരെ കുറവ്, ഒരു 3 4 നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ എത്ര കൊളാബ് എടുത്ത് ഭയങ്കര കുറവ് കൊളാബറേഷൻസ് എടുക്കാറില്ല. എനിക്ക് ആപ്റ്റായി എൻ്റെ ടേംസും ബ്രാൻഡിൻ്റെ ടേംസും കൂടി ഒത്തുപോവുകയാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾ എടുക്കാറുള്ളത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിലപ്പോൾ പറയാൻ എന്നെ കുട്ടിയായിരിക്കും പറയാൻ. ബ്രാൻഡ് അസോസിയേഷൻ ഞാൻ ക്രിയേറ്റീവ് പാർട്ട് ഫുള്ള് നോക്കാം, എന്നെ കുട്ടിയാണ് ബ്രാൻഡ്. ഞാൻ അത് ടോപ്പിക്കായിട്ട് ചോദിച്ചു, അതുകൊണ്ട് ചോദിച്ചതാണ്. ബ്രാൻഡ് അത് നമ്മൾ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യും. അതിന് എന്ന് വെച്ചാൽ കാണുന്നത് കുറച്ച് പേരാണെങ്കിലും നമുക്ക് എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസിങ് പവർ എന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ഫാക്റ്റ് ഉള്ളിടത്തോളം
ബ്രാൻഡ്സ് നമ്മളെ എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് 10,000 വ്യൂസ് ഉള്ളൂ, അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആ ഉള്ള 10,000 പേരും നിങ്ങളുടെ നല്ല സ്ട്രോങ് ആണ്. അതിൽ നിന്ന് 2,000 പേരോ 1,000 പേരോ സാധനം മേടിക്കുകയാണെങ്കിൽ 1000 ഒന്നും വരത്തില്ല, നോർമലി അതിന് റേഷ്യോ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് പിന്നെ അത് വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ പോലും ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ബാക്കി ടോപ്പിക്കാണ് പേയ്മെന്റ് എങ്ങനെ മേടിക്കാം. ഇപ്പം സ്വാഭാവികമായിട്ട് ഏജൻസിക്കാർ വരുമ്പോൾ വ്യൂസ് കുറവാണല്ലോ, ഇതൊക്കെ ആയിരിക്കും അവർ പറയുക. അത് അവരുടെ ഒരു ട്രിക്കാണ്, അവരത് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കൺവേർഷൻ പവർ, അതായത് പർച്ചേസിങ് ചെയ്യിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്, അങ്ങനത്തെ നിങ്ങൾ ട്രസ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചാർജ് ചെയ്യാം. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ അതും ബേസ് ചെയ്തിട്ടൊന്നുമല്ല. ബ്രാൻഡ്സും കൺവിൻസ് ആവും, കാരണം അതിന് നിങ്ങൾ കൺവിൻസ് ചെയ്യണം. നമ്മളുടെ കാര്യം നമ്മൾ അവരെ നമ്മൾ മാക്സിമം തളർത്തും. അവരെ കൂടുതൽ ലാഭം എടുക്കാൻ അവർ നോക്കുള്ളൂ. മാക്സിമം കുറഞ്ഞ പൈസ, നമുക്ക് കുറവ് പൈസ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഏജൻസി എടുക്കും. കുറെയൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ അതിന് കറക്റ്റ് അവരെ കൺവിൻസ് ചെയ്യണം, ഇങ്ങനെയാണ് നമുക്ക് ഇത്രയാണ്. പിന്നെ വീഡിയോ ചെയ്യുന്നതിന് ഇപ്പം ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്, അതൊക്കെ പറയാം. നിങ്ങളൊരു ക്യാമറമാനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ക്യാമറമാൻ പൈസ കൊടുക്കണം, എഡിറ്ററിന് പൈസ കൊടുക്കണം. ഇപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത്രയുണ്ട്. പക്ഷേ ഈ കോസ്റ്റ് ഒക്കെ ഉള്ളപ്പം അതേ ക്വാളിറ്റി വേണം പ്രൊഡക്റ്റ് കൊടുക്കാൻ, നല്ല ക്വാളിറ്റി കൊടുക്കാൻ. ലൈറ്റ് സെറ്റ് ചെയ്യാണ്, ലൈറ്റിന് ഇലക്ട്രിസിറ്റി കോസ്റ്റ് വരും, എല്ലാം അങ്ങനത്തെ നമ്മുടെ എക്സ്പെൻസിനെല്ലാം മീറ്റ്. ഇപ്പോൾ സ്റ്റുഡിയോ എടുത്തിട്ടാണ് സ്റ്റുഡിയോ റെന്റ് വരും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കോട്ട് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മൾ അവരോട് നെഗോഷിയേറ്റ് ചെയ്യാനും ഒക്കെ ചെയ്യാനായിട്ട്. ചിലവർക്ക് മില്യൺ വ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, മില്യൺ വ്യൂസ് ഉള്ള പല ചാനൽസിലും കൊളാബറേഷൻസ് ചെയ്യുന്ന കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് വരുന്ന കൺവേർഷൻ ചിലപ്പോൾ കുറവായിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ എല്ലാവർക്കും അങ്ങനെ അല്ലട്ടാ, ഞാൻ അങ്ങനെ ഒരു റാൻഡംലി പറഞ്ഞതേ ഉള്ളൂ. അതണക്ക് തന്നെ ഇപ്പം ഇത് ഒരു ബ്രാൻഡ്സിന്റെ ആൾക്കാരാണ് ഇപ്പോൾ ഇത് കാണുന്നതെങ്കിൽ അവർക്ക് പറയാ വെച്ചാൽ ഇപ്പൊ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു ആഡ് ചെയ്യുന്ന പേര് ഒരു സ്വർണ്ണക്കടയാണ് ആഡ് ചെയ്യുന്നതെന്ന് വെക്കാം. അപ്പോൾ അവർക്ക് കൂടുതലും ഇപ്പോൾ സ്വാഭാവികമായിട്ട് സ്വർണ്ണം ഉപയോഗിക്കുന്ന ആരാ കൂടുതലും ഫീമെയിൽസ് ആണ്, അല്ലെങ്കിൽ ഒരു ഏജ് കാറ്റഗറി ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ബേസ് ചെയ്യാം. ഫീമെയിൽ ഓഡിയൻസ് ഉള്ള ആൾക്കാർ, ഇപ്പം നിങ്ങളുടെ ഒരു ഓട്ടോമൊബൈൽ ചെയ്യുന്ന ഒരു കാറ്റഗറിയിലോ അല്ലെങ്കിൽ വേറെ പിന്നെ ട്രാവൽ ചെയ്യുന്നോ അങ്ങനെയൊക്കെ പെൺകുട്ടികളുടെ സാന്നിധ്യം ഇല്ലാത്ത പേജസിൽ കൊണ്ടുപോയി സ്വർണത്തിന്റെ കൊടുത്തിട്ട് കാണൂല. അപ്പോൾ നിങ്ങൾ അനാലിറ്റിക്സ് വെച്ചിട്ട് ആ ക്രിയേറ്ററോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളെ വെച്ചിട്ട് ചെയ്യിക്കുക. ഇപ്പൊ ചിലർ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെന്നൊക്കെ നമ്മൾ ഓരോരുത്തർ പറയുന്ന കേൾക്കാമല്ലോ. നമ്മുടെ ക്ലോത്തിങ്ങിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ നമുക്ക് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടികൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ അവരോട് അനാലിറ്റിക്സ് ചോദിക്കും. കാരണം മെയിൽ ഓഡിയൻസ് കൂടുതലുള്ളിടത്ത് നമ്മൾ ചുരിദാർ കാണിച്ചത് കൊണ്ട് കാര്യമില്ല, അവർ ചുരിദാർ ഇടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് ഫീമെയിൽ ഓഡിയൻസ് കൂടുതലുള്ളവരെ നോക്കിയിട്ടാണ് എടുക്കുക. അപ്പൊ അങ്ങനെ അതേപോലെ നിങ്ങൾ കാറ്റഗറൈസ് ആഡ് കൊടുക്കുന്നുള്ളവരുണ്ടെങ്കിൽ മീൻസ് അങ്ങനെയുള്ള ആരും കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ഇതുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ കാറ്റഗറിയിലുള്ള ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്താലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. അല്ലാതെ വ്യൂസ് കുറേ വന്നെന്ന് കരുതി നിങ്ങൾക്കത് ആ പ്രോഡക്റ്റിന്റെ കൺവേർഷൻ, അതായത് കച്ചവടം നടക്കണമെന്നില്ല. അപ്പോൾ അത് ഇത് നമുക്ക് വേറെ വീഡിയോ പറയാം. ഇതിപ്പോ നമ്മൾ യൂട്യൂബാണ് പറഞ്ഞത്, ഇപ്പൊ യൂട്യൂബ് വേറെ വിഷയത്തിൽ തന്നെ മാറി. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പറയാൻ ധാരാളം കഥകളുണ്ട്, പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രിയേറ്റർ എന്ന നിലയ്ക്ക് ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്ത ഒരു സമയമോ അല്ലെ എന്തെങ്കിലും ഇൻസിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വെളിയിൽ അധികം റിവീൽ ചെയ്യേണ്ട എന്നൊക്കെ അങ്ങനെ വെച്ച് തോന്നിയിട്ടുള്ളതോ മനസ്സിരിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും? സഹതാപം എനിക്ക് ഞാൻ പറഞ്ഞു, ചിലവരിത് ഇങ്ങനെ ഇപ്പോൾ ആളുകൾ നോക്കുമ്പോൾ നമുക്ക് ഷോർട്സിന് വ്യൂസ് ഉണ്ട്, അല്ലാതെ എല്ലാ ലോങ് വീഡിയോസിന് വ്യൂസ് കുറവാണ്. പക്ഷെ ബാക്കി എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ സഹതാപത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കും. പാവം കൊച്ചായിരുന്നു, ആ കൊച്ചു കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അതിന് വ്യൂസ് എല്ലാം പോയി. അമ്മൂസ് ഇങ്ങനെ പറഞ്ഞു, അമ്മൂസിന്റെ ഏതൊരു ആരാ ഞാൻ ഓർക്കണില്ല, ഇങ്ങനെ ഒരു മുതിർന്ന ഒരാള് ഇങ്ങനെ പറഞ്ഞു, ആ കൊച്ചു പണ്ടൊക്കെ നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നതാ, ഇപ്പൊ പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് അണഞ്ഞു പോയി. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് എൻ്റെ ഇതില് വ്യൂസ് നമ്മളെന്താ മെയിനായിട്ട് നോക്കണേ, വ്യൂസ് നമുക്ക് സ്ട്രോങ് ആയിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇതല്ലേ, അതെൻ്റെ ഹൈ ആയിട്ട് തന്നെയാണ് പോണേ. ഇപ്പം ഞാൻ പുതിയ ബിസിനസ് തുടങ്ങി, അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് അല്ലേ, ഒരു വേറൊരു സ്ഥലം എന്താണ് പറയുക മേഖലയിലോട്ട് ഞാൻ കടന്നു. അപ്പോൾ അങ്ങനെ പല പല രീതിയിൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആവാണ് ചെയ്യുക. പക്ഷെ ആൾക്കാർ സ്നേഹം കൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കണം. സഹതാപത്തോടെ എനിക്കൊന്ന് എന്തിനിങ്ങനെ സഹതപിക്കണേ, ഇങ്ങനെ കമന്റിലൊക്കെ സഹതപത്തിൻ്റെ ഇത് വരും. ആ പാവം പണ്ട് നല്ലതായിരുന്നു ഇന്നങ്ങനെ പറയുമ്പോൾ എനിക്കത് കാണുമ്പോഴേക്കും എനിക്കിങ്ങനെ ഭയങ്കര നമ്മളിങ്ങനെ കുത്തുകാണോ അല്ല എന്നാ കുത്തുകാണെന്ന്
അതിൽ വരും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്നെ കാണുന്ന രീതിയിൽ എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പോപ്പുലറായിട്ട് കുറച്ചും കൂടി ലൈം ലൈറ്റിൽ നിൽക്കുന്ന ടൈമിലും ഇപ്പം അല്ലാത്ത ടൈമിലും ആളുകൾ എന്നെ വാല്യൂ ചെയ്യണ രീതിയിൽ എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓഡിയൻസ് ആണെങ്കിലും ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ ഒരു വാല്യൂ നമുക്ക് നമ്മളെ ഒരു കാണുന്ന രീതി ഉണ്ടല്ലോ, ഒരു വാല്യൂ തരണതിൽ എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത എൻ്റെ ചോദ്യം വെച്ചാൽ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സക്സസ് അല്ലെങ്കിൽ ഭയങ്കര അടിച്ചുപൊളി ഇത് മാത്രമല്ലേ കാണിക്കുക. അപ്പം ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ബാക്കി ഇപ്പോൾ ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ഒരു പിന്നെ കാറ് വാങ്ങുന്നു, വീട് വെക്കുന്നു, അല്ലെ പുതിയ എന്തെങ്കിലും ചെയ്യുന്നു, അതൊക്കെ കാണുമ്പോൾ എന്ത് ഫീൽ ചെയ്യും? അയ്യോ എനിക്കൊന്നും പറ്റുന്നില്ലെന്ന് ഫീൽ ചെയ്യുമോ? അല്ല അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അല്ല അങ്ങനത്തെ പോലത്തെ ഒരു ഫീൽ വരുമോ? എനിക്ക് മുൻപൊന്നും അങ്ങനെ ഒരു ഇങ്ങനെ ഈ ഒരു സാധനം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കുറച്ച് ഇടയായിട്ട് ഇങ്ങനെ റീൽസ് കാണുമ്പോഴേക്കും എനിക്ക് ജലസി ഫീൽ ചെയ്യുമെന്നാണ് ചോദിച്ചത്. ജലസി അല്ലെങ്കിൽ നമുക്കൊരു ലോ ഫീലിംഗ്, അയ്യോ എനിക്കില്ല, അങ്ങനെയാണല്ലോ ഇപ്പോൾ ഓഡിയൻസ് എന്ന രീതി. ഓഡിയൻസ് കാണുമ്പോൾ എനിക്ക് തോന്നില്ലാത്ത ഞാൻ സക്സസ് ഇല്ല. പക്ഷേ എല്ലാവരും നമ്മൾ ഹാപ്പിയാണെങ്കിൽ നമ്മൾ സക്സസിന് പ്രത്യേകിച്ച് ഒരു മന്ത്രമോ അല്ലെങ്കിൽ ഇത് ചെയ്താലും സക്സസ് ആവുന്നില്ല. എനിക്ക് ഓക്കെയാണ്, എനിക്ക് പറ്റുന്ന രീതി കാര്യങ്ങൾ തോന്നും. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ജലസി ഫീൽ ചെയ്യാം. പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. പിന്നെ എനിക്ക് റീൽസിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ് പോലെ ഫീൽ ചെയ്യും. ഇവൻ എനിക്കറിയാം അതെല്ലാം ഫേക്ക് ആണ്. നമ്മൾ ഈ ഫീൽഡ് നിൽക്കുന്നവരാണ്, അപ്പൊ അതുകൊണ്ട് അവരോടും കൂടെ പറയുമ്പോൾ എനിക്കറിയാതെ എല്ലാം ഫേക്ക് ആണ്. 70% ഫേക്ക് ആണ്, 80% ഭയങ്കര ലവിങ് കപ്പിളൊക്കെ ആയിട്ട് കാണുമ്പോഴേക്കും പകുതി അങ്ങനെ അല്ല എനിക്കറിയാം. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് തോന്നും ഷോ എനിക്കിങ്ങനെ അല്ലല്ലോ എന്ന് തോന്നും. നമ്മുടെ മൈൻഡ് അങ്ങനെ കാണുമ്പോഴേക്കും ഓ അങ്ങനെയാണോ ലൈഫ്, ഇങ്ങനെ അല്ലല്ലോ, ഇത്ര കപ്പിൾസ് ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യലുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ അത് ഏതോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോർമലായിട്ട് ഉള്ള ഒരാളപ്പം എന്തോരം ഇതാക്കും. ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് ഇതൊക്കെ ഇങ്ങനെയാന്ന് അറിഞ്ഞിട്ടും എനിക്ക് അങ്ങനെ തോന്നണമെങ്കിൽ അത് ഭയങ്കര ആളുകളുടെ എഫക്ട് ചെയ്യും. നമ്മളപ്പോ ഒരു ഇത് വെക്കാം, എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കില്ല. നമ്മളുടെ ലൈഫായിരിക്കും ആ കാണിക്കുന്നതിനേക്കാൾ സൂപ്പർ. കാരണം സമാധാനമുള്ള ലൈഫാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളേ. അങ്ങനെ ഇപ്പൊ ചിലവരിപ്പോ ഭയങ്കരമായിട്ട് കാറ് മേടിക്കണു, വീട് മേടിക്കണ കാണിക്കണു. ചിലപ്പോൾ ഇപ്പൊ എത്ര പൈസ ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല, ചിലപ്പോ ഒരു കാറോ വീടോ ഒക്കെ മേടിക്കണം. ആൾക്കാർ മീൻസ് റിയൽ അല്ല, അതിനകത്ത് റിയൽ ആയിട്ടല്ല സോഷ്യൽ മീഡിയ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും നല്ലതല്ലേ സോഷ്യൽ മീഡിയയിൽ ഇടുള്ളൂ, മോശമായിട്ടുള്ള ഒരു കുറച്ചൊക്കെ വരും. പക്ഷെ എന്നാലും പൊതുവെ എല്ലാവരും നല്ല കാര്യങ്ങളല്ലേ സോഷ്യൽ മീഡിയയിൽ. പിന്നെ കുറെ കാണിക്കാനും ഒക്കെ ആൾക്കാർ ചെയ്യുന്നുള്ള ഇപ്പോഴത്തെ റീസെന്റ് സ്റ്റഡീസിൽ ഇവിടുത്തെ മാത്രമല്ല, ഒരു ഓൾ കണക്കെടുത്ത ലോകത്തെ മുഴുവൻ ക്രിയേറ്റേഴ്സ് കണക്കെടുത്ത ഈ എക്സിബിറ്റ് ചെയ്യാൻ ആൾക്കാർ ഇങ്ങനെ കാണിക്കാനായിട്ട് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് കണക്ക്. ഇല്ലെങ്കിലും ഉണ്ടെന്ന്, അങ്ങനെയാണ് കൂടുതൽ വരും എന്നുള്ളതാണ് കണക്ക്. കുറച്ച് പേരെന്നല്ല, കൂടുതൽ വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ എനിക്കൊന്ന് കുറെ എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ ഡീറ്റെയിൽ അനാലിറ്റിക്സിനെ പറ്റി, CPV പറ്റി സംസാരിച്ചില്ലല്ലോ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്ന് നിങ്ങൾ പറയാം. കാരണം ഇതിൽ കുറച്ചുകൂടെ അനാലിറ്റിക്സ് കാര്യങ്ങൾ സംസാരിക്കണേ, പക്ഷെ നിങ്ങൾക്ക് ബോറായിരിക്കും, അങ്ങനെ കേൾക്കാൻ ഇൻട്രസ്റ്റ്. ഇതിപ്പോ നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കണേ. കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറയണേ. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ ഇത് വേണമെച്ചാൽ നമുക്ക് താഴെ കമന്റ് ചെയ്യാം, നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ. നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുതൽ നമ്മൾ പോഡ്കാസ്റ്റ് സെക്കൻഡ് ചാനലിലാണ് ഇടുന്നത്. അതിനകത്തുള്ള വ്ളോഗ്സ് ഇനി നമ്മൾ മെയിൻ ചാനലിലായിരിക്കും വ്ളോഗിങ് ഇടുക. കാരണം വ്ളോഗിങ്ങും എൻ്റെ ലൈഫ് സ്റ്റൈലും കൂടി കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇനി വ്ളോഗിങ് നമ്മുടെ മെയിൻ ചാനലിലും പോഡ്കാസ്റ്റ് കംപ്ലീറ്റ്ലി നമ്മൾ അവിടെ ആകുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു അൽഗോരിതം ട്രിഗർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇന്ന് ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആളായിരുന്നു. അവിടെ ഒരാൾ നമ്മുടെ ഗസ്റ്റ് ആയിരുന്നു, ഞാൻ ഹോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ആണ് സംസാരിച്ചത്. ഇത് ഞാൻ പറയാം, നിങ്ങളുടെ ഒരു വ്യൂവിൽ നിന്നാണ് സംസാരിച്ചത്. അപ്പം പിന്നെ അത് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ തന്നെയായിരുന്നു. അത് മീൻസ് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം, നിങ്ങൾക്ക് അറിയാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള പുതിയതായിട്ട് വരുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ചെയ്യാൻ, മീൻസ് കണ്ടന്റ് ക്രിയേറ്റർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ബിഗിനിങ് സ്റ്റേജിലും വലിയ മീൻസ് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യം. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം നെക്സ്റ്റ് ചാനലിൽ. ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ടു സിംപ്ലി ഉണ്ണി വ്ളോഗ്സ് ആൻഡ് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി. ഓക്കെ, ബൈ.